നമുക്ക് ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. എഴുന്നേറ്റ് നിൽക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിത്യൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വസുധാലക്ഷണം എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉത്തമ ഭൂമി ലക്ഷണം എന്തൊക്കെയാണ്, അതായത് 9 കാര്യങ്ങൾ ഉത്തമ ഭൂമിയുടെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അധമ ഭൂമി ലക്ഷണം, ഉത്തമ ഭൂമി ലക്ഷണം പോലെ തന്നെ ഉത്തമ ഭൂമി ലക്ഷണം നല്ലതെന്ന് പറയുന്നത് പോലെ തന്നെ അതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് അധമ ഭൂമി ലക്ഷണം. അപ്പം ഇപ്പോൾ ഉത്തമ ഭൂമി ലക്ഷണങ്ങളിൽ പറയുന്നതെല്ലാം നേരെ വിപരീതമാണ്, അത് അധമമാണ്. അത് കൂടാതെ ചില ആകൃതികൾ, ചില ഷേപ്പുകളൊക്കെ അധമ ഭൂമിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ഉത്തമ ഭൂമി ലക്ഷണത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ പ്രസന്റ് ചെയ്യാം. ഉത്തമ ഭൂമി ലക്ഷണമാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ളതൊക്കെ അധമ ഭൂമി ലക്ഷണമാണ്. അതായത് ഉദാഹരണത്തിന് നമുക്ക് ഉത്തമ ഭൂമി ലക്ഷണത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ളത് ഉത്തമ ഭൂമിയായിട്ടാണ്. അപ്പോൾ അതിന് വിപരീതമാകുമ്പോൾ മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷമല്ലാത്ത ഭൂമി അധമ ഭൂമിയാണ്, അധമ ഭൂമി ലക്ഷണമാണ്. രണ്ടാമത് ഉപയോഗയോഗ്യമായ ഫലങ്ങളും പുഷ്പങ്ങളും പാലുമുള്ള വൃക്ഷങ്ങൾ ധാരാളമുള്ളത്. ഇവിടെ തീരെ വൃക്ഷങ്ങളോ ചെടികൾ ഒട്ടും തന്നെ ഇല്ലാത്ത സ്ഥലം അധമ ഭൂമിയാണ്. മൂന്നാമത് വരുമ്പോൾ നിരപ്പുള്ളത്. അപ്പോൾ നിരപ്പില്ലാത്ത കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഭൂമി അധമ ഭൂമിയാണ്. മാർദ്ദവമുള്ളത്, മാർദ്ദവം പറഞ്ഞാൽ വളരെ ഒരു സോഫ്റ്റ് ആയിരിക്കണം ഭൂമി. അതേസമയം അധമ ഭൂമിയാണെങ്കിൽ നല്ല ഹാർഡായിരിക്കും. പാറയൊക്കെ പോലുള്ള ഹാർഡായിട്ടുള്ള ഭൂമിയാണെങ്കിൽ അത് അധമ ഭൂമിയാണ്. അപ്പോൾ അങ്ങനെ ഇതിന് നേരെ വിപരീതം, നിരപ്പുള്ളത്, മാർദ്ദവമുള്ളത്, പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ളത്. നമ്മൾ അതായത് പദവിന്യാസത്തിൽ ഇങ്ങനെ ചെരുപ്പില്ലാതൊക്കെ നമ്മൾ വെറും ബെയർഫുട്ടായിട്ട് നടക്കുമ്പോൾ തന്നെ ഒരു മുഴക്കം കേൾക്കുന്നത് ഉത്തമ ഭൂമിയാണ്. അങ്ങനെ യാതൊരു ശബ്ദവും നടന്നാലൊന്നും ഒട്ടും കേൾക്കാതിരിക്കുന്നത് അധമ ഭൂമിയാണ്. അതുപോലെ പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ളത് ഉത്തമ ഭൂമിയാണ്. അപ്രദക്ഷിണഗതിയായി, അതായത് പ്രദക്ഷിണം പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, അപ്രദക്ഷിണം പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിൽ നീരൊഴുക്കുള്ളത് അധമ ഭൂമിയാണ്. ഇത് നോക്കണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഉത്തമ ഭൂമിയുടെ പറഞ്ഞത് കൊട്ടത് വേണ്ട. പിന്നെ അതുപോലെ അടുത്തത് വിത്ത് കുഴിച്ചിട്ടാൽ വേഗം മുളയ്ക്കുന്നത് ഉത്തമ ഭൂമിയാണ്. വിത്ത് കുഴിച്ചിട്ടാൽ മുളയ്ക്കാൻ വളരെ താമസമാണെങ്കിൽ അത് അധമ ഭൂമിയാണ്. അതുപോലെ ഒരു കുഴി കുഴിച്ച് മണ്ണെടുത്ത് ആ മണ്ണ് തന്നെ കുഴിയിൽ നിറച്ചാൽ മണ്ണ് അവശേഷിക്കുന്നത് ഉത്തമമാണ്. പക്ഷേ ഒരു കുഴി കുഴിച്ച് മണ്ണെടുത്ത് ആ മണ്ണ് തന്നെ കുഴിയിൽ നിറച്ചാൽ മണ്ണ് കംപ്ലീറ്റ് ആയാലും കുഴി പിന്നെയും ബാക്കി വരികയാണെങ്കിൽ അത് അധമ ഭൂമിയാണ്. ശീതോഷ്ണാവസ്ഥ തുല്യമായിട്ടുള്ളത് ഉത്തമ ഭൂമിയാണ്. ഇപ്പൊ ശീതോഷ്ണാവസ്ഥ വളരെ അങ്ങേയറ്റത്തെ ചൂട്, അങ്ങേയറ്റത്തെ തണുപ്പ്, അങ്ങനെയുള്ള വളരെ വ്യത്യാസപ്പെട്ടുള്ള ശീതോഷ്ണാവസ്ഥയാണെങ്കിൽ അത് അധമ ഭൂമിയാണ്.
അപ്പൊ ഇതൊക്കെ അതാണ് നമ്മൾ അടുത്ത് നോക്കി. അതായത് ഇതിന് വിപരീതമായിട്ടുള്ളത് അധമഭൂമി. അപ്പൊ ഈ 9 കാര്യങ്ങളാണ്. ഈ 9 കാര്യങ്ങളും വിപരീതമായിട്ട് വന്ന എന്തായാലും അധമഭൂമിയാണ്. പിന്നെ ഇതിലൊരു 9 4 5 കാര്യങ്ങൾ ശരിയാവുന്നു, ബാക്കി 4 5 കാര്യങ്ങൾ ശരിയാകുന്നില്ലെങ്കിൽ അത് മധ്യമമായ ഭൂമിയാണ്. ഇവ ഇടകലർന്ന് വരുന്നത് മധ്യമമായ ഭൂമിയാണ്. അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെന്നും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് അധമ ഭൂമി ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ചും കുറെ ഷേപ്പുകൾ, ആകൃതികൾ, അത് നമുക്ക് നോക്കാം. അധമ ഭൂമി ലക്ഷണം അത് പ്രധാനമായിട്ടും ആകൃതിയാണ്. അതായത് വൃത്താകൃതി. അതായത് ഒരു പ്ലോട്ടിന്റെ ആകൃതി ഇങ്ങനെ ഒരു റൗണ്ട് ആകൃതിയാണെങ്കിൽ, വൃത്തത്തിന്റെ ആകൃതിയാണെങ്കിൽ അത് അതിനെ കറക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ വരാം. അത് കറക്റ്റ് ചെയ്യാതെ ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ ഉള്ള പ്ലോട്ടിനകത്ത് നമ്മൾ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ അത് ദോഷഫലം തരുന്നതാണ്. വൃത്താകൃതി നല്ലതല്ല. അതുപോലെ തന്നെ അർത്ഥവൃത്തം, ഇതാണ് ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ അർത്ഥവൃത്തം, ഇതും നല്ലതല്ല, ഇതും അധമഭൂമിയാണ്. ത്രികോണം, ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ആകൃതിയിലുള്ള ഭൂമിയാണെങ്കിൽ അതും അധമഭൂമിയാണ്. ഈ ഷേപ്പുകളൊക്കെ ഇതൊന്നും വരച്ചെടുക്കേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലെല്ലാം ഉണ്ട്. 5 കോണുള്ള ഭൂമി, 5 കോൺ അല്ലെങ്കിൽ 5 വശങ്ങളുള്ള ഭൂമി, രണ്ടും ഇപ്പൊ ഇവിടെ നോക്കുക. എങ്ങനെയും വരാം, ഏതെങ്കിലും ഓർഡറിൽ വരാം. എങ്ങനെയെങ്കിലും 5 ഭൂമി, അതായത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അതായത് 5 വശങ്ങളുള്ള അല്ലെങ്കിൽ 5 കോണുകളുള്ള ഭൂമിയാണ് ഇതും അധമ ഭൂമിയാണ്. അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ നേരെ ഇതിപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ കാണിച്ചത്. എങ്ങനെയായാലും 5 വശങ്ങൾ അല്ലെങ്കിൽ 5 വശങ്ങൾ 6 വശങ്ങൾ ഇതൊക്കെ നല്ലതല്ല. എപ്പോഴും 4 വശങ്ങളുള്ള ഭൂമിയാണ് ഏറ്റവും നല്ലത്. 4 വശം തന്നെ റെക്ടാങ്കിളോ സ്ക്വയർ ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ റെക്ടാങ്കിൾ. അതിലേക്ക് വരാം. ശൂലത്തിന്റെ ആകൃതിയിലുള്ള ഭൂമി, ഏതാണ്ട് കറക്റ്റ് ശൂലത്തിന്റെ ആകൃതി ആണോന്നില്ല. ഉദ്ദേശം കണ്ടു കഴിഞ്ഞാൽ ഇതവിടെ നോക്കുക, ഇവിടെ ഏതാണ്ട് ഈ ഷേപ്പിലൊക്കെ വരുന്ന ആകൃതി കറക്റ്റായിട്ട് ശൂലം പോലെ വരേണ്ട. പക്ഷെ മോളി വന്ന 2 സൈഡിലോട്ട് 2 നടുക്ക് ഒരു ചെറിയത് വന്നിട്ട് അതൊക്കെ ശൂലാകൃതി എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ ആകൃതിയിലുള്ള ഭൂമി ഉണ്ടെങ്കിൽ അതും അതിന് കറക്ഷനൊക്കെ ചെയ്യാതെ നമ്മൾ അവിടെ വീട് വെച്ച് താമസിച്ചാൽ ദോഷഫലം കിട്ടും. മുക്കോൺ മുറം, നമ്മൾ സാധാരണ മുറം നമ്മൾ വേണ്ട 4 വശങ്ങളുള്ളതാണ്. 4 വശം, ഇത് 3 വശമുള്ള മുറം. അതായത് ഒരു വശം ഒരു അർത്ഥചന്ദ്ര ഇങ്ങനെ വൃത്താകൃതി പോലെ വരും. എന്നിട്ട് ബാക്കി അല്ലാതെ 2 വശം അങ്ങനെ. ഇതാണ് മുക്കോൺ മുറം എന്ന് പറയുന്നത്. അതിന്റെ പുറവശം ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ വരുന്നു, മറ്റേ ഒരു ആർക്ക്, ഇത് രണ്ടാമത്തെ ഒരു ആർക്ക്, അങ്ങനെ 3 വശങ്ങളുള്ള മുറം മുക്കോൺ മുറം. ഏതാണ്ട് ഈ ഷേപ്പിലൊക്കെ വരുന്ന പ്ലോട്ടുകൾ വീട് വെച്ച് താമസിക്കാൻ നല്ലതല്ല. മത്സ്യാകൃതി, അതുകൊണ്ട് ഈ ഒരു ഉദ്ദേശം ഒരു മത്സ്യത്തിന്റെ ഷേപ്പ് കറക്റ്റ് അങ്ങനെ എക്സാക്ട് ഷേപ്പ് ഒന്നും വരണമെന്നില്ല. എന്നാലും കണ്ടു കഴിഞ്ഞാൽ ഉദ്ദേശം ഒരു മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള പ്ലോട്ട് വരികയാണെങ്കിൽ നല്ലതല്ല. അതുപോലെ തന്നെ ഗജപൃഷ്ഠാകൃതി, ആനയുടെ പുറം പോലെ ഏതാണ്ട് ഇങ്ങനെ ഒരു ആദ്യം പൊങ്ങി വന്ന ഒരു കുഴി പോലെ വന്ന് പിന്നെയും തല ഇങ്ങനെ പൊങ്ങി വന്ന് താഴോട്ട് വരിക. അപ്പൊ ഈ തല കുറച്ച് പൊങ്ങിയും വരാം. ഇത് തന്നെ വീതി കുറഞ്ഞു വരികയാണെങ്കിൽ കൂർമാകൃതിയാകും. ഈ കുറച്ച് വീതി കൂടി ഇപ്പം താഴത്തെ ലൈനിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയാണ് വരുന്നെങ്കിൽ അത് ഗജപൃഷ്ഠാകൃതി. ഇപ്പൊ ഇത് നോക്കുക, കൂർമാകൃതി എന്ന് പറഞ്ഞാൽ അത്രയും വീതി വരില്ല. അത് ഏതാണ്ട് ആ ഷേപ്പ് പോലൊക്കെ തന്നെ ആമയുടെ തലയും വരുന്നത്. ഇതാണ് കൂർമാകൃതി. ഇതൊക്കെ ദോഷകരമായ ആകൃതികളാണ്. ഇങ്ങനെയുള്ള ആകൃതികളൊക്കെ ഉള്ള വീടുകളിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ നമ്മൾ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ അത് ദോഷഫലം തരും. പശുമുഖാകൃതി, അതാണെങ്കിൽ ഒരു പശുവിന്റെ മുഖം പോലൊക്കെ ഈ ഷേപ്പിലൊക്കെ വന്നാൽ. 6 കോൺ, നേരത്തെ നമ്മൾ 5 കോണിനെ പറ്റി പറഞ്ഞു, അല്ലെ 5 വശങ്ങൾ, അതുപോലെ 6 വശം അല്ലെ 6 കോൺ. അതിങ്ങനെ ഇതേ ഷേപ്പ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പ് വന്നാൽ ഇതുപോലെ ഇതേ ഷേപ്പിൽ തന്നെ വരണം നിർബന്ധമില്ല. ഏത് ഷേപ്പിലായാലും 6 വശങ്ങളാണെങ്കിൽ അത് നല്ലതല്ല. അതുപോലെ കോൺ തിരിഞ്ഞ ഭൂമി. കോൺ തിരിഞ്ഞ ഭൂമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഈ പിന്നെ ഓരോ കോണുകൾ, അത് തെക്ക് പടിഞ്ഞാറ് ഒരു കോണാണ് കന്നി എന്ന് പറയാം. തെക്ക് പടിഞ്ഞാറ് ഒരു കോൺ, തെക്ക് കിഴക്ക് ഒരു കോൺ, വടക്ക് കിഴക്ക്, ഇതെല്ലാം കോണുകളാണ്. ഈ കോണുകളിലേക്ക് വശങ്ങൾ വരും. ഇപ്പൊ നോക്കുക, ഇവിടെ നോക്കുക. ഇപ്പൊ ഈ ഷേപ്പിലെ ഒരു ഭൂമി, ആ ഭൂമിയിൽ ഇപ്പൊ നോക്കുക, അതിന്റെ മൂല, ഭൂമിയുടെ മൂല വന്ന് കിഴക്കാണ് വരുന്നത്. കിഴക്ക്, ആ മൂലകൾ വന്ന് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഏതാണ്ട് 45 ഡിഗ്രി ചരിവുള്ള ഭൂമിയാണിത്. അപ്പൊ ഇതിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ ആ നോർത്തിന്റെയും ഈസ്റ്റിന്റെയും മധ്യത്ത് വരുന്ന ആ വശമാണ് വടക്ക് കിഴക്ക്. വടക്ക് കിഴക്ക് മൂലയല്ല. ഇവിടെ വടക്ക് മൂല,
കിഴക്ക് മൂല, തെക്ക് മൂല, പടിഞ്ഞാറ് മൂല എന്നാണ് പറയേണ്ടത്. മറ്റേത് തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞൊരു വശമാണ്, തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു വശമാണ്, വടക്ക് പടിഞ്ഞാറ് വേറൊരു വശമാണ്, വടക്ക് കിഴക്ക്, ഈ 4 വശങ്ങളാണ്. അപ്പം അതിനാണ് കോൺ തിരിഞ്ഞ ഭൂമി, ഒരു കോണിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭൂമി. ഇതും ദോഷകരമായ ഇതാണ്. ദിശാദോഷം എന്നാണ് ഇതിന് പറയുന്നത്. ദിശാദോഷം വളരെ കൂടുതൽ, 45 ഡിഗ്രി വരെ ദിശാദോഷമുള്ള ഭൂമിയാണ് ഈ കോൺ തിരിഞ്ഞ ഭൂമിയായിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഒരു ചെറിയ റെക്ടാങ്കിൾ നമുക്കവിടെ വന്നിട്ടുണ്ട്. ആ റെക്ടാങ്കിളിൽ, അതായത് ഈ കോൺ തിരിഞ്ഞ ഭൂമിയും സാധാരണ ഭൂമിയായിട്ട്, അല്ലെങ്കിൽ ദിശാദോഷം ഇല്ലാത്ത ഭൂമിയായിട്ട് മനസ്സിലാക്കാനാണ് ഇവിടെ നോക്കുക. 4 വശങ്ങൾ, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഇതിവിടെ വശങ്ങളാണ്, ദിശകൾ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്കെന്നൊക്കെ പറഞ്ഞ പ്ലോട്ടിന്റെ വശങ്ങളാണ്. മറ്റേ മൂലകൾ ഒന്ന് വടക്ക് കിഴക്കേ മൂല, തെക്ക് കിഴക്കേ മൂല, തെക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് പടിഞ്ഞാറേ മൂല, ഇങ്ങനെയാണ് മൂലകൾ വരുന്നത്. അപ്പൊ ഇതാണ് ശരിക്കുള്ള വിഷയം വേണ്ടത്. നല്ല വിഷയം. അതേസമയം ദിശകളിലേക്ക്, കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നുള്ള 4 ദിശകളിലേക്ക് വീടിന്റെ മൂലകളാണ് വരുന്നതെങ്കിൽ അത് കോൺ തിരിഞ്ഞ ഭൂമി എന്ന് പറയും. അല്ല, വീടിന്റെ അല്ല, സോറി, പ്ലോട്ടിന്റെ. നമ്മുടെ വീടല്ല പറയുന്നത്, പ്ലോട്ട് അല്ലെങ്കിൽ ഭൂമിയുടേതാണ്. വീടിന്റെ ആയാലും നല്ലതല്ല, ഇത് പക്ഷെ പ്ലോട്ടിന്റെയാണ് കാണിക്കുന്നത്. ഇത് കോൺ തിരിഞ്ഞ ഭൂമി. അതുപോലെ തന്നെ നമ്മൾ ഉഴുത് നോക്കുമ്പോൾ ചാരം, കരിക്കട്ട, ഉമി, അസ്ഥി, തലമുടി ഇതൊക്കെ കാണുകയാണെങ്കിൽ അതും നല്ല ഭൂമിയല്ല, അതും അധമ ഭൂമിയാണ്. അതുപോലെ നടുഭാഗം, ആ ഭൂമിയുടെ നടുഭാഗം താന്നിരിക്കുന്നു, ഉള്ളില് പോട് ഉള്ള ഭൂമി, ദുർഗന്ധമുള്ള ഭൂമി, ഇങ്ങനെയുള്ള ഭൂമിയൊക്കെ ദോഷകരമായ ഭൂമിയാണ്, വീട് വയ്ക്കാൻ നല്ല ഭൂമിയല്ല. നാഗത്താർ കോട്ട. നാഗത്താർ കോട്ട എന്ന് പറഞ്ഞാൽ നാഗങ്ങൾ ഒരുപാട് കോട്ട പോലെ ഒരുപാട്, നമുക്കറിയാം പഴയ കാവുകളൊക്കെ, ഒരു സർപ്പക്കാവുകളൊക്കെ ഉണ്ട്. അങ്ങനെ സർപ്പക്കാവുകളൊക്കെ നാഗത്താർ കോട്ട എന്നുള്ളതിനകത്ത് വരും. അങ്ങനെ നാഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം, അതൊക്കെ അതിന് ശരിയായ പ്രതിവിധി ഒന്നും ചെയ്യാതെ വെട്ടിത്തെളിച്ചിട്ട് അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ദോഷഫലം തരും. നാഗത്താർ കോട്ട. നാൽക്കൂട്ട പെരുവഴി, അതായത് 4 വഴികൾ വന്ന് കൂടുന്ന ഒരു ജംഗ്ഷൻ. പെരുവഴി എന്നുള്ള ജംഗ്ഷൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ 4 വഴികൾ വന്ന് ചേരുന്ന ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനോട് തൊട്ടടുത്ത് തന്നെ നമ്മൾ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ അതും ദോഷഫലം തരും. കടയാകാം അവിടെ, പക്ഷെ വീടുകളായിക്കൂടാ. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പിന്നീട് വരും. നദീമുഖം, അതായത് ഒരു നദിയുടെ തൊട്ടടുത്ത്, നദീമുഖം വളരെ അടുത്തായിട്ടൊക്കെ, നദിയുടെ തൊട്ടടുത്തായിട്ടൊക്കെ വീട് വെച്ച് താമസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കാൻ നല്ലതല്ല. ഗുഹയ്ക്കകത്ത്. ശ്മശാനത്തിലും വീട് വെച്ച് താമസിക്കാൻ ഒരിക്കലും അങ്ങേയറ്റം ദോഷഫലങ്ങൾ ഉണ്ടാകും. വാൽമീകം, അതായത് ചെതൽപുറ്റ്, ചെതലിന്റെ പുറ്റയ്ക്ക് ഒരുപാടുള്ള, ചെതലിന്റെ സാന്നിധ്യം ഒരുപാടുള്ള ഭൂമിയും അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാതെ നമ്മളവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ദോഷഫലം തരും. ജീർണ വൃക്ഷങ്ങളൊക്കെ അങ്ങ് ജീർണിച്ച് ഇലയെല്ലാം ഒരുപാട് പിന്നെ കൊഴിഞ്ഞ് ഉണങ്ങി ഒക്കെ ഇരിക്കുന്ന അങ്ങനത്തെയുള്ള ജീർണിച്ച വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ള ഭൂമിയിൽ നമ്മളെ വീട്, അങ്ങനെയുള്ള വൃക്ഷങ്ങൾ അവിടെ വെട്ടി അതിന്റെ വേര് വരെ പിഴുത് കളഞ്ഞിട്ട് വീട് വയ്ക്കാവുന്നതാണ് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഉള്ള ഭൂമിയിൽ. അത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ജീർണ വൃക്ഷങ്ങൾ വേരുൾപ്പെടെ അതിനെ പിന്നെ കളഞ്ഞിട്ട് വേണം അവിടെ വീട് വെക്കണമെങ്കിൽ വെക്കാം. ജീർണ വൃക്ഷങ്ങളുടെ പ്രസൻസ്, അതായത് അതിനെ മാറ്റാതെ നമ്മൾ വീട് വെക്കാൻ പാടില്ല. ഏകവൃക്ഷം, ഒരു പ്ലോട്ടിൽ ആകെ ഒറ്റ വൃക്ഷമേ ഉള്ളൂ, വേറെ ചെടികൾ നോക്കേണ്ട ആവശ്യമില്ല. വൃക്ഷങ്ങളായിട്ടുള്ള ഒരു മാവ് അല്ലെങ്കിൽ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു പ്ലാവ്, അങ്ങനെ ഏതെങ്കിലും ഒരു വൃക്ഷം മാത്രം, മറ്റു വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലവും വീട് വയ്ക്കാൻ പാടില്ല എന്നാണ്. ശവസംസ്കാരം നടത്തിയ സ്ഥലം, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോഴൊക്കെ നമ്മൾ അവിടെ പിന്നെ ദഹിപ്പിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ മൂടി വെച്ച്, ചിലപ്പോൾ ചിലരൊക്കെ അവിടെ ചില ഒരു ഇതൊക്കെ കെട്ടി അവിടെ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൊക്കെ ഉള്ള, അപ്പൊ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി അവരുടെ ഒരു ഇത് കെട്ടിയിട്ട് അവിടെ നമ്മൾ പിന്നെ ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ മാല് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊക്കെ അവരെ അങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ശവസംസ്കാരം നടത്തിയ സ്ഥലമാണ്. അതിന്റെ തൊട്ടടുത്ത് വരെ അതിന്റെ ഒരു നെഗറ്റിവിറ്റി വരും, അത് ദോഷഫലം തരുന്നതാണ്. പാറക്കൂട്ടം ഉള്ള, നമ്മൾ നേരത്തെ സോഫ്റ്റ് ആയിരിക്കണം. പാറക്കൂട്ടമുള്ള സ്ഥലം പറഞ്ഞാൽ പാറകൾ ഒരുപാടുള്ളതുകൊണ്ട് അത് വളരെ ഹാർഡായിരിക്കും, വളരെ മൃദുവായിട്ടുള്ള ആയിരിക്കില്ല, വളരെ കട്ടിയായിട്ടുള്ള മണ്ണായിരിക്കും, അത് നല്ലതല്ല. പ്രളയത്താൽ ഉയർന്ന സ്ഥലം, വലിയ പ്രളയങ്ങളൊക്കെ വരുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ, ചില ഭൂമിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ ഭൂമി പ്രളയം കഴിയുമ്പോൾ പൊങ്ങി വരുന്ന അങ്ങനെയുള്ള ഭൂമിയാണ് പ്രളയത്താൽ ഉയർന്ന സ്ഥലം.
അതും ദോഷഫലം തരുന്നതാണ്. അങ്കക്കളം, ഇപ്പൊ അങ്ങനെ വലിയ അംഗത്തിന് പ്രത്യേക കളം അങ്ങനെയൊന്നുമില്ല. പണ്ട് യുദ്ധങ്ങളൊക്കെ നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ യുദ്ധങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ മനുഷ്യര് വീണ അവിടെ എല്ലും ഒക്കെ ഒരുപാട് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്കക്കളത്തില് വീട് വെക്കുന്നത്, അത് ശരിയായ പരിഹാരങ്ങൾ ചെയ്യാതെ വീട് വെക്കുന്നത് ദോഷഫലം തരും. തുടങ്ങിയ ഭൂമികളും ദോഷകരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭൂമികളെല്ലാം അധമ ഭൂമികളാണ്. ഇതെല്ലാം നിങ്ങൾ ആരും എഴുതേണ്ട ആവശ്യമില്ല, എഴുതുമ്പോൾ പറയുന്നത് കേൾക്കാൻ ഒക്കില്ല. അതുപോലെ തന്നെ ഇതെല്ലാം പുസ്തകത്തിലുണ്ട്. ഇതിൽ കുറച്ചുകൂടെ കൂടുതൽ വിവരിച്ച പുസ്തകത്തിൽ കിട്ടും. ആയതിനാൽ ഭൂമി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ പരിഹാരങ്ങൾ ചെയ്ത് ഭൂമി വാസയോഗ്യമാക്കണം. അങ്ങനെ വാസയോഗ്യമാക്കിയ ഭൂമിയിൽ മാത്രമേ നമ്മൾ വീട് വെക്കാവൂ. അപ്പൊ അങ്ങനെ ആ ഭൂമിക്ക് ദോഷമുണ്ടെങ്കിൽ ദോഷം മാറ്റി കഴിഞ്ഞതിന് ശേഷം വേണം അവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വീടിന്റെ നിർമ്മാണം ആരംഭിക്കാൻ. അത് ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആദ്യത്തെ ഈ ഭാഗങ്ങളെ കുറച്ച് സ്പീഡിൽ നമ്മൾ പോകും. കാരണം ഇത് കഴിഞ്ഞ് കണക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പതുക്കെ പാനക്കൂട്ടും. അടുത്ത ഭൂമി ദോഷ പരിഹാരം. ഭൂമി ദോഷത്തിന് ഇനി പല പരിഹാരങ്ങൾ ഇനിയും വരും. ഇപ്പൊ ഇത് നമ്മള് ഭൂമി ജാതകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് മലയാളത്തിന്റെ പദ്യം, മലയാള പദ്യങ്ങളാണ്. അത് എഴുതിയത് ആരാണെന്ന് പോലും അറിയില്ല. കാരണം അതിന് അജ്ഞാത കർത്തൃത്വം, അതായത് കർത്തൃത്വം, അതായത് അതിന്റെ രചയിതാവ് ആരാണെന്ന് ആർക്കും അറിയില്ല. വളരെ പഴയൊരു ബുക്കാണ്. അതിന്റെ ആരാണ് എഴുതിയതെന്ന് അറിയില്ല. അങ്ങനെ ഒരു ബുക്കുണ്ട്. അതിനകത്ത് ഒരുപാട് ഈ വാസ്തുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഭൂമി ദോഷത്തിന് പരിഹാരം എന്ന് പറയുന്നത് അവിടെ ഒരു പദ്യമുണ്ട്. ഖനനം ഹരണം ദാഹം പൂരണം ഗോനിവാസം വിഭ്രോച്ചിഷ്ടം ഗവ്യം എന്നീ 7 താൻ സ്ഥലശുദ്ധികൾ. അപ്പൊ ഈ 7 കാര്യം: ഖനനം, 2 ഹരണം, 3 ദാഹം, 4 പൂരണം, 5 ഗോനിവാസം, 6 വിഭ്രോച്ചിഷ്ടം, 7 ഗവ്യം. ഈ 7 സ്ഥലശുദ്ധികൾ ഈ ഭൂമി ജാതകം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇതോരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഖനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്ത് ഖനനം ചെയ്താൽ കുഴിച്ചെടുക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭൂമി ലെവലല്ല ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ആ പൊങ്ങിയ ഭാഗം വെട്ടി മാറ്റുക അല്ലെങ്കിൽ എടുത്തു മാറ്റുക, അതാണ് ഖനനം എന്ന് പറയുന്നത്. അപ്പൊ അത് ഖനനം, അത് ഒരു അപ്പൊ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കുന്നുകൊല്ലിക്കുന്ന സ്ഥലമൊക്കെ അവിടെ അത് വെട്ടി നിരപ്പാക്കുക, അതാണ് ഖനനം. ഇനി ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഹരിക്കുക. നമ്മുടെ കണക്കിലൊക്കെ കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക, ഗുണിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹരണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ പലതാക്കുന്നതാണ് ഹരണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഭൂമിയാണെന്നിരിക്കട്ടെ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, വൃത്താകൃതിയിലുള്ള ഭൂമി അധമ ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമിയെ നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ഒക്കെ നല്ലതാണ്. അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഷേപ്പ് ഇതിനകത്ത് തിരിച്ചെടുക്കുക. അതായത് നമ്മളൊരു മതില്, ഒരു 4 മതിൽ ഇതിനകത്ത് കെട്ടണം. അതായത് നോക്ക്, ഒരു മതിലിങ്ങനെ അതിനുള്ള ആവശ്യമായ സ്ഥലം ഉണ്ടെങ്കിലേ ഒക്കുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല. ഈ വൃത്താകൃതിയിലുള്ള ഭൂമിയിൽ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മതില്, 2ാമത് മതില്, 3ാമതൊരു മതില്, 4 മതില്, ഇങ്ങനെ 4 മതില് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ കെട്ടുന്ന മതില് ആ മതിലിന് ഭൂമിക്ക് അടിയിലേക്ക് ഏറ്റവും കുറഞ്ഞത് 1 അടിയെങ്കിലും താഴ്ച ഉണ്ടാകണം. ഒന്നീ കൂടുതലാകാം, മിനിമം 1 അടി. കാരണം ടോപ്പ് സോയിൽ, ആ റെക്ടാങ്കിൾ കാണുന്നതിന്റെ അകത്തുള്ള മണ്ണും വെളിയിലുള്ള മണ്ണും തമ്മിൽ അതിന്റെ ടോപ്പ് സോയിൽ ഏറ്റവും മുകളിലുള്ള ഒരു 1 അടിയെങ്കിലും ഉള്ള മുകളിൽ നിന്ന് 1 അടി താഴെ വരെയുള്ള ഭാഗം തമ്മിൽ ഈ 2 മണ്ണും തമ്മിൽ തൊടാൻ പാടില്ല. 2 മണ്ണും തൊടുന്നില്ലെങ്കിൽ ഇത് വേറൊരു, അപ്പൊ അങ്ങനെ ഈ റെക്ടാങ്കിളിനകത്ത് അപ്പൊ റെക്ടാങ്കുലർ ഷേപ്പ് ആകും ഭൂമിക്ക്. അത് റെക്ടാങ്കുലർ ഷേപ്പ് അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ അത് നല്ലതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ റൗണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ഭൂമിയുടെ ദോഷം ഇങ്ങനെ മാറ്റാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ട് ആ റെക്ടാങ്കിളിനകത്ത് നമ്മൾ വീട് വെക്കുക. അപ്പൊ അത് വാസ്തുമണ്ഡലം എന്താണെന്നൊക്കെ നമ്മൾ ഇനി മനസ്സിലാക്കും. അപ്പൊ ആ ഒരു റെക്ടാങ്കിൾ വാസ്തുമണ്ഡലമായിട്ട് വന്നിട്ട് ആ വാസ്തുമണ്ഡലത്തിനകത്ത് അതിന് കുറെ നിയമങ്ങളുണ്ട്, നമ്മൾ പഠിക്കും. അതനുസരിച്ച് നമുക്ക് വീട് വെക്കാം. അപ്പൊ ഇതാണ് ഹരണം. അപ്പൊ ഹരണമാണ് ഈ കാണിച്ച ഒന്നിനെ നമ്മൾ പലതാക്കി. നേരത്തെ ഒരു ഭൂമിയായിരുന്നു, ഇപ്പൊ നമുക്ക് ആ റെക്ടാങ്കിളിനകത്തൊരു പ്ലോട്ട്, മുകളിലെ വലത്തുവശത്ത്, താഴെ ഇടത്തുവശത്ത്. അപ്പം 5, ഇപ്പൊ ആ ഒന്നിനെ 5 ആക്കി തിരിച്ചു. അതാണ് ഹരണം. ഒന്നിനെ പലതാക്കുന്നതാണ് ഹരണം. അപ്പൊ ഇങ്ങനെ പല ഭൂമിയായിട്ട് തിരിക്കുന്ന, ഇപ്പം ട്രയാങ്കിൾ ആയിട്ടുള്ള, അതായത് ത്രികോണാകൃതിയുള്ള ഭൂമിയൊക്കെ ഇങ്ങനെ ഇതുപോലെ തിരിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള ആവശ്യമുള്ള സ്ഥലം ഉണ്ടെങ്കിലേ ഒക്കുള്ളൂ. ചെറിയൊരു ഈ സർക്കുലർ പ്ലോട്ട് ഇപ്പോൾ 4 സെന്റിന്റെ സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലമാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
തീരെ കുറവായിരിക്കും അതിനകത്ത്. അത് ചിലപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഉള്ള ആവശ്യമുള്ള സ്ഥലം കിട്ടിയില്ല എന്ന് വരും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഒക്കില്ല. ആവശ്യത്തിന് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പരിഹാരം ചെയ്യാം. അതാണ് ഖനനം, ഹരണം. ഇനി എന്താണ് ദാഹം? ദാഹം എന്ന് നമുക്ക് വെള്ളം കുടിക്കാനുള്ള തേഷ്ടി അല്ലെങ്കിൽ ആ ദാഹമല്ല, ദഹിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് അവിടെ നമുക്ക് വീടിനടുത്ത് പാടില്ലാത്ത ചില ചെടികളൊക്കെ ഉണ്ട്. അത് വൃക്ഷങ്ങൾ എന്നുള്ളത് നമുക്ക് അതിനായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചെടികള് മരങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേര് സഹിതം പിഴുത് മാറ്റി അതിനെ ദഹിപ്പിക്കണം, കത്തിച്ച് കളയണം. അപ്പൊ അങ്ങനെ ആദ്യം ഒന്ന് ഒരിടത്ത് കൂട്ടിയിട്ടൊന്ന് ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണങ്ങിയിട്ട് അത് കത്തിച്ച് കളയുക. അപ്പൊ അങ്ങനെ അതിനാണ് ദാഹം. അപ്പം നമുക്ക് ആവശ്യം അല്ല അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത ദോഷകരമായ ചെടികള് മരങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, അതെല്ലാം ഇളക്കി മാറ്റി ചുട്ട് കളയുക, ദഹിപ്പിച്ച് കളയുക ആണ് ഖനനം, ഹരണം, ദാഹം. പൂരണം അത് ഖനനത്തിന് നേരെ വിപരീതമാണ്. ഖനനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചെടുക്കുകയാണ്. പൂരണം എന്ന് പറഞ്ഞാൽ ഒരു കുഴിയായിട്ട് കിടക്കുകയാണെങ്കിൽ അത് മണ്ണിട്ട് മൂടി അതിനെ ലെവൽ ചെയ്യുക. ഒരു കുഴിയായിട്ട് ഒരു സ്ഥലത്ത് കിടപ്പുണ്ട്, കുറച്ച് വലിയ കുഴിയൊക്കെ ആണെങ്കിൽ ആ കുഴിയായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വേറെ മണ്ണ് കൊണ്ടുവന്നിട്ട് അതിനെ ലെവൽ ചെയ്യുന്നതിനാണ് പൂരണം എന്ന് പറയുന്നത്. ഗോനിവാസം. ഇപ്പം നമ്മൾ ഫലഭൂയിഷ്ടമായ ഭൂമി ആയിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഉത്തമ ഭൂമി ലക്ഷണത്തില് ഫലഭൂയിഷ്ടമായ ഭൂമി ആയിരിക്കണം. പിന്നെ ഫലഭൂയിഷ്ടമല്ലാത്ത ഒരു ഭൂമി അത് അധമ ഭൂമിയാണ്. അവിടെ നമ്മൾ തുടർച്ചയായിട്ട് അത് പെട്ടെന്ന് 1-2 ദിവസം കൊണ്ടൊന്നും പറ്റില്ല, മാസങ്ങൾ വർഷങ്ങളൊക്കെ ചിലപ്പം പശുക്കളെയും ഒക്കെ കൊണ്ട് അവിടെ കെട്ടി അവിടെ അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ വീണ് കുറെ നാളുകൾ കൊണ്ട് അതിൻ്റെ അത് ഫലഭൂയിഷ്ടമാക്കി മാറ്റിയെടുക്കാം. അതാണ് ഗോനിവാസം. പശുക്കളെ വസിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പശുക്കളെ ഇത് കൊണ്ടുവന്നിട്ട് ആ ഭൂമിയെ നമുക്ക് ഉത്തമമാക്കി എടുക്കാൻ പറ്റും. അതാണ് ഗോനിവാസം. വിപ്രോച്ഛിഷ്ടം. അതായത് വിപ്രോച്ഛിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണര് അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ അവരുടെ പൗരോഹിത കർമ്മങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ പൂജകൾക്കൊക്കെ വേണ്ടി പല വിധത്തിലുള്ള ചെടികൾ, പൂജയ്ക്ക് ആവശ്യമായ ചെടികളൊക്കെ ഇപ്പൊ ചമത, തുളസി അങ്ങനെയൊക്കെ ഉള്ള പുഷ്പങ്ങളൊക്കെ ഉള്ള ചില ചെടികളൊക്കെ ഇന്ന് ധാരാളമായിട്ട് വളർത്തും. അപ്പൊ അത് വളർത്തി അങ്ങനെ വരുമ്പോൾ അതൊക്കെ വീണ് ആ ചിലപ്പോൾ മോശമായ സ്ഥലത്തിന് അല്ലെങ്കിൽ എനർജി കുറവുള്ള സ്ഥലത്തിന്റെ എനർജി കൂട്ടാൻ പറ്റും, ഊർജം. അത് പോസിറ്റീവ് ഊർജത്തെ കൂട്ടാനായിട്ട് ഇങ്ങനെയുള്ള ചില പൂജാദ്രവ്യങ്ങളൊക്കെ വളർത്തി അത് വീണിട്ട് അത് വരും. അതാണ് വിപ്രോച്ഛിഷ്ടം എന്ന് പറയുന്നത്. ഗവ്യം. ഗവ്യം എന്ന് പറഞ്ഞാൽ അറിയാം, ഗോവിൽ നിന്ന് കിട്ടുന്നതാണ് ഗവ്യം. അതായത് ഗവ്യം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗോവിൽ നിന്ന്, അത് പശുവിൽ നിന്നും ഉണ്ടാക്കുന്നത്. പശു നമുക്ക് തരുന്ന ഇതാണ് ഈ ഗവ്യം. അതിന് പഞ്ചഗവ്യം ഉണ്ട്. നമുക്കറിയാം പഞ്ചഗവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് പാല്, നെയ്യ്, തൈര്, ഗോമൂത്രം, ചാണകം, ഇത് 5 കൂടെ ചേരുന്നതാണ് പഞ്ചഗവ്യം. ഈ പഞ്ചഗവ്യം അത് ഉണ്ടാക്കാനുള്ള മെത്തേഡൊക്കെ ഉണ്ടല്ലോ. വെറുതെ 5 ഇഷ്ടമുള്ള പ്രൊപ്പോർഷനിൽ അങ്ങനെ ചേർക്കാൻ പാടില്ല. അതിന് ഓരോന്നും പ്രൊപ്പോർഷനൊക്കെ ഉണ്ട്. അങ്ങനെ അത് അതിന്റെ ശരിയായ ഇതൊക്കെ ചേർത്ത് പഞ്ചഗവ്യം ഉണ്ടാക്കിയിട്ട് ഈ പഞ്ചഗവ്യം തുടർച്ചയായിട്ട് നമ്മൾ തളിക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ള സ്ഥലം, എന്തെങ്കിലും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ പിന്നെ പ്രതികൂല ഊർജ പ്രസരണം ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇത് കുറെ നാൾ തുടർച്ചയായിട്ട് ഇങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാം. കാരണം ഇത് പഞ്ചഗവ്യ അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അത് ഡെയിലി തളിക്കുന്നതുകൊണ്ട് കുറച്ച് നാളുകൊണ്ട് 1-2 ദിവസം കൊണ്ട് ശരിയാവില്ല, കുറച്ച് നാളുകൊണ്ട് നെഗറ്റീവ് എനർജി ഉള്ള അല്ലെങ്കിൽ പിന്നെ പ്രതികൂല ഊർജമുള്ള ഭൂമിയെ നമുക്ക് അനുകൂല ഊർജമുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയുള്ള ഭൂമിയാക്കി മാറ്റാൻ പറ്റും. അതാണ് ഗവ്യം. എന്നീ 7 ഈ 7 സ്ഥലശുദ്ധിയാണ്, സ്ഥലത്തിനെ ശുദ്ധിയാക്കുന്ന അതിനുള്ള മെത്തേഡ്സ് ആണ്. അങ്ങനെ ഖനനം, ഹരണം, ദാഹം, പൂരണം, ഗോനിവാസം, വിപ്രോച്ഛിഷ്ടം, ഗവ്യം എന്നീ 7 സ്ഥലശുദ്ധികൾ. ഇത് ഭൂമിജാതകം എന്നുള്ള പുസ്തകത്തിൽ ഉള്ളതാണ്. ആരാണ് ഇതിന്റെ കർത്താവ് എന്നുള്ളത് അറിയില്ല. അപ്പം ഇത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മള് ഇനിയിപ്പോ അടുത്ത ഭാവമൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ കന്നിമൂല, വായുമൂല, അഗ്നിമൂല, ഈശാനുമൂല എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ ഏതാണെന്ന് മിക്കവാറും പലർക്കും ഇപ്പൊ അറിയാം. എന്നാലും തന്നെ അത് അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ക്ലാസ്സിലുണ്ടെങ്കിൽ അവരതൊക്കെ ഏതായാലും നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ പറയുമ്പോൾ അഗ്നിമൂല എന്നോ അല്ലെങ്കിൽ വായുമൂല എന്ന് പറയും. അപ്പൊ ഏതാണ് ഈ വായുമൂല, ഏതാണ് അഗ്നിമൂല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനാണ് ഇത് പുസ്തകത്തിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല. വേണം നിങ്ങൾക്ക് ഇതിന്റെ പടം വരയ്ക്കാം. അറിയാവുന്നവർ വേണ്ട, ഈ മൂലകളുടെ പേരൊക്കെ അറിയാവുന്നവർ വരയ്ക്കേണ്ട ആവശ്യമില്ല. അറിഞ്ഞുകൂടാത്തവരെ മാത്രം വരയ്ക്കുക. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് 4 ദിശകൾ.
അതിൽ സൗത്ത് ഈസ്റ്റിനാണ് നമ്മൾ അഗ്നിമൂല എന്ന് പറയും. സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്കേ മൂല ആണ് അഗ്നിമൂല എന്ന് പറയുന്നത്. ഇനി ക്ലാസ്സിലൊക്കെ കഴിയുമ്പോൾ മിക്കവാറും ചിലപ്പോൾ തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് അഗ്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മനസ്സിലാക്കണം അഗ്നിമൂല എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്, തെക്ക് കിഴക്കാണ്. അതുപോലെ സൗത്ത് വെസ്റ്റ് കന്നിമൂല എന്നാണ് സാധനം. ചില ഇതിൽ നിരുതി മൂല എന്നും പറയും. നിരുതി മൂല, നിര്യതി മൂല, നിരുതി മൂല എന്നൊക്കെ പറയും. സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂല. സാധാരണ സൗത്ത് വെസ്റ്റിന് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് കന്നിമൂല എന്നാണ് പറയുന്നത്. വടക്ക് പടിഞ്ഞാറ് വായുമൂല എന്ന് പറയും. നോർത്ത് വെസ്റ്റ് വായുമൂല. അടുത്ത നോർത്ത് ഈസ്റ്റ് സാധാരണ പറയുന്നത് ഈശാനുമൂല എന്നാണ് സാധാരണ പറയാറുള്ളത്. അത് ശിവന്റെ സാന്നിധ്യം ഉണ്ട്. ഈശൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ ഒരു ഇതാണ്. അപ്പോൾ ആ ശിവന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മൂലയാണ് ഈശാനുമൂല. അപ്പൊ ഈ മൂലയുടെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ് അഗ്നിമൂല പറഞ്ഞാൽ ഏതാണ്, കന്നിമൂല ഏതാണ്, വായുമൂല ഏതാണ്, ഈശാനുമൂല ഏതാണ്. അത് അറിയാത്തവരെ ഇത് മനസ്സിലാക്കി വെച്ചോണം. ഇനി നമ്മൾ പറയുമ്പോൾ പലപ്പോഴും രണ്ടും കൂടെ ഈ അഗ്നിമൂല അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഒക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ലെന്നും വരാം. അപ്പൊ അഗ്നിമൂല ഈ മൂലകൾ ഏതൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതെല്ലാവരും അറിഞ്ഞുകൂടാത്തവർ ഇത് വരച്ച് കാണുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും വരച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ പറയണം. ഓക്കെ, ആരൊന്നും പറഞ്ഞില്ല. അപ്പം എല്ലാവരും വരച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. അതായത് ഭൂമിയുടെ ചരിവ് എന്ന് പറഞ്ഞാൽ ദിശയുടെ ചരിവല്ല. ഇപ്പൊ ദിശ നേരത്തെ പറഞ്ഞ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് 4 ദിശകൾ, അതിൽ നിന്ന് ചരിവ് വരുന്നതാണ് ദിശാദോഷം എന്ന് പറഞ്ഞത്. ആ ചരിവല്ല, ഇത് നിമ്നോന്നതി എന്ന് പറയും. നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ച, ഉന്നതി എന്ന് പറഞ്ഞാൽ പൊക്കം. നിമ്നോന്നതി എന്ന് പറഞ്ഞാൽ താഴ്ചയും പൊക്കവും. അപ്പം ഭൂമി ഇങ്ങനെ ഒരു ലെവലല്ല, ഇങ്ങനെ ചില ഭാഗങ്ങൾ താണും ചില ഭാഗങ്ങൾ പൊങ്ങി. ഇങ്ങനെ നമുക്കറിയാം ചില ഭൂമിയൊക്കെ നല്ല ഒരു വശം നല്ല പൊങ്ങിയും മറ്റേ വശം താന്നുമൊക്കെ ഉള്ള ഭൂമികൾ ധാരാളമുണ്ട്. ഇങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഭൂമിയുടെയൊക്കെ ലക്ഷണങ്ങൾ അതിന്റെ എങ്ങനെയാണ്, അതിന് ഓരോന്നിന്റെയും ഏതൊക്കെയാണ് ഗുണകരമായിട്ടുള്ളത്, ഏതൊക്കെയാണ് ദോഷകരമായിട്ടുള്ളത്, അങ്ങനെയുള്ള എന്ത് ദോഷമാണ്, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളതാണ് ഈ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. ഇവിടെ നോക്കുക, ഇപ്പൊ ഇത് ഒരു പ്ലോട്ടാണ്. ഇതെല്ലാം ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ്, വീടല്ല. അപ്പൊ അവിടെ ഒരു പ്ലോട്ടാണ്, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ ഒരു വസ്തുവാണ്. അപ്പൊ ഈ വസ്തുവില് ഇപ്പൊ ഈസ്റ്റ് മുകളിൽ കാണുന്ന ഈസ്റ്റ് കിഴക്ക് ഭാഗമാണ്, താഴെ കാണുന്ന പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പൊ ഇവിടെ ആരോ വരും. ആ ആരോയില് ഇപ്പൊ ഇതാണ് ആരോ. ആ ആരോ കാണിക്കുന്ന ഭാഗം താഴ്ന്ന ഭാഗമാണ്. ഇതിപ്പോ പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും കിഴക്ക് ഭാഗം താന്നുമുള്ള ഭൂമിയാണ് ഈ ആരോ കാണിച്ചേക്കുന്നത്. ആരോ എങ്ങോട്ടാണോ അവിടെ താന്നിരിക്കുന്നതായിട്ട്. അതായത് നോക്കുക, ഇത് താഴ്ച ഉയർച്ച. അപ്പൊ പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയിരിക്കുന്നു, കിഴക്ക് ഭാഗം ഈ ഉയർച്ച താഴ്ച എന്നുള്ള ഇനിയുള്ളതിൽ എല്ലാത്തിലും എഴുതി കാണിക്കില്ല. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പൊ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യാം. പുസ്തകത്തിലുണ്ട് ഇതെല്ലാം. ഈ ഉയർച്ച താഴ്ച ഉണ്ടോന്ന് എനിക്ക് ഷുവർ അല്ല. പക്ഷെ ഈ ആരോ ഉള്ള ഭാഗം താന്നിരിക്കുന്നു, മറ്റേ ഭാഗം പൊങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഭൂമിക്ക് ഗോവീഥി എന്ന് പറയും. അതായത് കിഴക്ക് വശം താഴ്ന്നും പടിഞ്ഞാറ് വശം പൊങ്ങിയുള്ള ഭൂമി ഇത് നല്ലതാണ്. അതായത് ഇതിന്റെ ഫലം പറഞ്ഞത് 500 വർഷം അഭിവൃദ്ധി എന്നാണ്. അത് ഇങ്ങനെയുള്ള വീടിൽ, അതായത് പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താന്നുള്ള വീടിൽ നമ്മൾ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ 500 വർഷം വരെ 500 വർഷം വരെ നമുക്ക് ജീവിതമില്ല നമ്മുടെ. എന്നാലും അവിടെ വരുന്നവർക്ക് ആ വീട് വെച്ച് താമസം തുടങ്ങി അടുത്ത 500 വർഷം വരെയും അവിടെ ആരൊക്കെ നമ്മൾ കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഒക്കെ താമസിച്ചാലും 500 വർഷം വരെ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഗോവീഥി, അല്ലെങ്കിൽ കിഴക്ക് വശം താന്നും പടിഞ്ഞാറ് വശം പൊങ്ങിയുള്ള ഭൂമി. ഇതുപോലെ ഓരോ വീതിയാണ്. ഈ 20 തരം വീതികളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വീതിയാണ് പറഞ്ഞേക്കുന്നത്, ഗോവീഥി. ഇതുപോലെ 20 ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഭൂമികൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത് നോക്കാം, രണ്ടാമത്തെ നോക്കാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇവിടെ എങ്ങനെ, അതായത് വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂലയുടെ ഭാഗം പൊങ്ങിയും തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗം താന്നുമുള്ള ഭൂമി. അതായത് അതിന്റെ ആരോ വരുന്നത് സൗത്ത് ഈസ്റ്റിലേക്കാണ്. തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗം താന്നിരിക്കുന്നു, വായുമൂലയുടെ ഭാഗം പൊങ്ങിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഭൂമിക്ക് അഗ്നിവീഥി എന്ന് പറയും.
ഇങ്ങനെയുള്ള താമസിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 12 വർഷം വരെ അപൂർത്തിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായ അല്ലെങ്കിൽ പിന്നെ ധനനാശം ഉണ്ടാവും. അതായത് 12 വർഷത്തെ അപൂർത്തിക്ക് ശേഷം ധനനാശം. അത് അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ നമ്മൾ വീട് വയ്ക്കുന്നു. ആ വീട് വെച്ച് കഴിഞ്ഞ് 12 വർഷമാണ്. വീട് വെച്ച് കഴിഞ്ഞ് അപ്പൊ ഒരാൾ അവിടെ 10 വർഷം താമസിച്ചിരിക്കട്ടെ. ആ വീടെല്ലാം വെച്ച് ഇങ്ങനെയുള്ള വീടില്, അതായത് അഗ്നിവീഥി ആയിട്ടുള്ള വീട്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും തെക്ക് കിഴക്ക് ഭാഗം താന്നുമുള്ള, അല്ലെങ്കിൽ വായുമൂല പൊങ്ങിയും അഗ്നിമൂല താന്നുമുള്ള ഒരു വസ്തുവില് വീട് വയ്ക്കുന്നു. അത് കറക്ഷൻ ഒന്നും ഇല്ലാതെ അതിന് ലെവൽ ചെയ്യുകയൊന്നും ചെയ്യാതെ വീട് വയ്ക്കുന്നു. വീട് വെച്ച ആദ്യ ഒരു 10 വർഷം അയാൾ താമസിച്ചിരിക്കട്ടാണ്. 10 വർഷം താമസിച്ചിട്ട് അയാൾ അവിടുന്ന് പോന്ന് വേറൊരാൾ അവിടെ താമസിക്കുന്നു, വാടകയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താമസിക്കുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുത്ത് മക്കൾ താമസിക്കുക. അപ്പൊ അങ്ങനെ താമസിച്ച് അവർ പിന്നെ 2 കൊല്ലം താമസിച്ചാൽ അവർക്ക് പ്രയാസം തുടങ്ങും. കാരണം ആകെ 12 കൊല്ലം വീട് വെച്ചിട്ടാണ്, അല്ല ഒരാൾ താമസം തുടങ്ങിയിട്ടല്ല. ആ വീട് വെച്ച് കഴിഞ്ഞ് 12 വർഷം. ചിലപ്പോൾ ആ 12 വർഷം ഒരാൾ തന്നെ താമസിക്കാം, അല്ലെങ്കിൽ 2 3 പേര് അവിടെ താമസിച്ചിരിക്കാം. എത്ര പേരായാലും ശരി, വീട് വെച്ച് 12 വർഷം വരെ അവിടെ അപൂർത്തി ഉണ്ടാകും. അപ്പൊ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ധനനാശം ഉണ്ടാകുന്നു. അതാണ് അഗ്നിവീതിയുടേത്. 12 വർഷത്തെ അപൂർത്തിക്ക് ശേഷം ധനനാശം. അതുപോലെ അടുത്തത് ഇപ്പൊ 20 ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് വടക്ക് വശം പൊങ്ങിയും തെക്ക് വശം താന്നുമുള്ള ഭൂമി. അതായത് തെക്ക് താന്നിരിക്കും, വടക്ക് പൊങ്ങിയിരിക്കും. ഇത് നല്ലതല്ല, ദോഷമാണ്. നേരെ വിപരീതമായിട്ട് തെക്ക് പൊങ്ങിയും വടക്ക് താന്നും നല്ലതാണ്. പക്ഷെ ഇവിടെ വടക്ക് വശം പൊങ്ങിയും തെക്ക് വശം താന്നുമുള്ള ഭൂമി അത് ദോഷമാണ്. അതിന് യമവീഥി എന്നാണ് പറയുന്നത്. വടക്ക് വശം പൊങ്ങിയും തെക്ക് വശം താന്നുമുള്ള ഭൂമിക്ക് യമവീഥി എന്ന് പറയും. അതിന് റിസൾട്ട് പറയുന്നത് 8 വർഷത്തെ അപൂർത്തിക്ക് ശേഷം മരണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വീട് വെച്ച് താമസിച്ച ആദ്യത്തെ 8 കൊല്ലം അവർക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകില്ല, സുഖമായിട്ട് ഐശ്വര്യമായിട്ട് താമസിക്കും. 8 വർഷത്തിന് ശേഷമേ അതിന്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. ആ ഫലം മരണമോ അല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥ. ഇപ്പൊ അവിടെ ആർക്കെങ്കിലും കംപ്ലീറ്റ് എന്താ പറഞ്ഞ ദേഹമൊന്നും അനങ്ങാൻ വയ്യാതെ പിന്നെ അങ്ങേയറ്റത്തെ രോഗമായിട്ട് ഒരു കൈ പോലെ സ്വന്തമായിട്ട് അനക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ്, അതൊക്കെ അതായത് ജീവിച്ചിരുന്നാലും ചിലപ്പോൾ മരണതുല്യമാണ്. ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്ന് വിചാരിക്കത്തക്കോണമുള്ള അങ്ങനെ ഉള്ള ഒരു മരണതുല്യമായ അവസ്ഥയിലൊക്കെ വരും. അത് ഈ 8 വർഷത്തെ അപൂർത്തിക്ക് ശേഷം മരണമോ തത്തുല്യമായ അവസ്ഥയോ വരുന്നതാണ് യമവീതി. വടക്കുവശം പൊങ്ങിയും തെക്കുവശം താന്നുമുള്ള ഭൂമി. ഇത് അടുത്ത വരുന്നത് വടക്ക് കിഴക്ക് ഭാഗം പൊങ്ങിയും തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്നു. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന്യമൂലയുടെ ഭാഗം പൊങ്ങിയും തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗം താന്നുമുള്ള ഭൂമി. ഇത് ദോഷകരമായ കന്നിമൂലയാണ് ഏറ്റവും പൊങ്ങിയിരിക്കേണ്ടത്. ആ പൊങ്ങിയിരിക്കേണ്ട സ്ഥലമാണ് ഇപ്പൊ താങ്ങിയും. ഈശാന്യമൂല ഏറ്റവും താന്നിരിക്കേണ്ട സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. ഈശാന്യമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അവിടെ പൊങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്തിന് ഭൂതവീഥി എന്നാണ് പേര് പറയുന്നത്. ഇത് അങ്ങേയറ്റത്തെ ദാരിദ്ര്യമാണ് ഇവിടെ പറയുന്നത്. ദാരിദ്ര്യം അല്ലെങ്കിൽ പിന്നെ 6 വർഷം വരെ അപൂർത്തി ഉണ്ടാകും. അത് കഴിഞ്ഞ് അർത്ഥനാശം. ഈ അർത്ഥനാശം വരാം. അപ്പം 6 വർഷം വരെ അപൂർത്തി ഉണ്ടാകും. വീട് വെച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 6 വർഷം പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല, നല്ല അപൂർത്തിയായിരിക്കും. അതിനുശേഷം അർത്ഥനാശം ഉണ്ടാകും. അടുത്തത് കിഴക്ക് വശം പൊങ്ങിയും പടിഞ്ഞാറ് വശം താഴ്ന്നുമുള്ള ഭൂമി. കിഴക്ക് വശം പൊങ്ങിയും പടിഞ്ഞാറ് വശം ഇത് നല്ലതല്ല. ഇതിന് വരുണവീഥി എന്ന് പറയും. ഇതും 10 വർഷത്തെ അപൂർത്തിക്ക് ശേഷം ദാരിദ്ര്യം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുക 3 കാര്യങ്ങൾ. ഒന്നാമത് ഈ സൗത്ത് ഈസ്റ്റ് ഭാഗം പൊങ്ങിയും താഴ്ന്നും, അതായത് അഗ്നിമൂല തെക്ക് കിഴക്ക് താന്നും വടക്ക് പടിഞ്ഞാറ് പൊങ്ങിയുള്ള ഭൂമിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്നിവീഥി എന്ന് പറഞ്ഞു. അപ്പൊ അത് 12 വർഷത്തെ അപൂർത്തിക്ക് ശേഷം ധനനാശം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ 12 വർഷത്തെ അപൂർത്തി ആയാലും അത് കഴിഞ്ഞാൽ ധനനാശം. രണ്ടാമത് നമ്മൾ തെക്ക് പടിഞ്ഞാറ് താന്നുള്ള ഭൂമി പറഞ്ഞു. തെക്ക് പടിഞ്ഞാറ് താന്നും, അതായത് കന്നിമൂല സൗത്ത് വെസ്റ്റ് താന്നും, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന്യമൂല പൊങ്ങിയുള്ള ഭൂമി, അതിന് ഭൂതവീഥി എന്നാണ് പേര്. അത് 6 വർഷത്തെ അപൂർത്തിക്ക് ശേഷം ഇത് അർത്ഥനാശം എന്നാണ് പറഞ്ഞത്. 6 വർഷത്തെ അപൂർത്തിക്ക് ശേഷം അർത്ഥനാശം. ഇനി മൂന്നാമത് ഇപ്പം പറഞ്ഞത് കിഴക്ക് പൊങ്ങിയും പടിഞ്ഞാറ് താന്നുള്ള ഭൂമി വരുണവീഥി. ആ വരുണവീഥിക്ക് 10 വർഷത്തെ അപൂർത്തി അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം. അപ്പൊ ഇവിടെ ആ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. ആദ്യത്തത് ധനനാശം, രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് അർത്ഥനാശം, മൂന്നാമത് ദാരിദ്ര്യം. ഇത് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതായത്
സൗത്ത് ഈസ്റ്റ് താണും നോർത്ത് വെസ്റ്റ് പൊങ്ങിയുള്ള നമ്മള് പിന്നെ അഗ്നിവീതി, ആദ്യം നമ്മൾ പറഞ്ഞ അഗ്നിവീതിയിലെ ധനനാശം എന്നാണ്. ധനത്തിന് നാശം ഉണ്ടാകും. ഇപ്പൊ ധനനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ 1 കോടി രൂപ വരുമാനമുള്ള, മാസം 1 കോടി രൂപ വരുമാനമുള്ള ആൾക്ക് ഏതാനും ലക്ഷം നഷ്ടം വന്ന് ഏതാനും ലക്ഷങ്ങൾ നഷ്ടം വന്നാലും അത് ധനനാശമാണ്, ധനം കുറയുകയാണ്. പക്ഷെ എന്നാലും അവർക്കത് വലിയൊരു ഇതല്ല. ഒരു കോടീശ്വരനായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുള്ള ഒരാൾക്ക് ഏതെങ്കിലും 1-2 വർഷങ്ങളിൽ ഏതാനും ലക്ഷം രൂപകൾ നഷ്ടം വന്നാൽ അത് അവർക്കൊരു നഷ്ടം തന്നെയാണ്, ധനനാശം തന്നെയാണ്. പക്ഷെ ഒരു വലിയൊരു എഫക്റ്റ് അവർക്ക് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ധനനാശമാണ് ഈ സൗത്ത് ഈസ്റ്റ് താന്നും നോർത്ത് വെസ്റ്റ് പൊങ്ങിയാൽ ഉണ്ടാകുന്നത്. അതേസമയം കന്നിമൂല താന്നും ഈശാനുമൂല പൊങ്ങിയുള്ളത്, സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗം താണും ഈശാനുമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പൊങ്ങിയുള്ള ഭൂമിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂതവീതി എന്നാണ് പറയുന്നത്. ആ ഭൂതവീതിയുടെ ഇത് പറഞ്ഞത് അർത്ഥനാശം. അർത്ഥനാശം എന്ന് പറഞ്ഞിരിക്കുന്നത് ധനം മാത്രമല്ല, എല്ലാ അർത്ഥങ്ങളും. അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം വരും. ഈവൻ നമ്മളുടെ ബന്ധുക്കൾ പോലെ, ഇപ്പം ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കള്, വീട്ടിൽ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ ഉള്ള പലരും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വരെ പ്രയാസം ഉണ്ടാകുന്നതാണ്. അവർക്ക് വരെ കാര്യമായ അസുഖങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യത്തിനും എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകും. ആണ് അർത്ഥനാശം. അവർക്കുള്ള എല്ലാ സ്വത്തുക്കളും എന്നുള്ള അർത്ഥമാണ് അത്. ആ സ്വത്തുക്കളിനകത്ത് ആ വീട് വരും, ആ വീട്ടിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം വരും. അതുപോലെ തന്നെ അവരുടെ വീട്ടിലുള്ള മറ്റു ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ അതുമെല്ലാം നാശത്തിലേക്ക് പോകുന്നതാണ്. ആണ് തെക്ക് പടിഞ്ഞാറ് താന്നും വടക്ക് കിഴക്ക് പൊങ്ങിയിരുന്നാൽ. ഇപ്പൊ ഇവിടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ നേരത്തെ പറഞ്ഞൊരു കോടീശ്വരനാണ് അവിടെ അങ്ങനെയുള്ള ഭൂമി വീട് വെച്ച് താമസിക്കുന്നതെങ്കിൽ കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വന്നിട്ട് അയാൾ അങ്ങേയറ്റം ദരിദ്രനാവുന്നതാണ്. അവിടെ ധനനാശം എന്നല്ല പറയാം, ധനം കുറെ നശിക്കുന്നല്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന ചെലവുകൾക്ക് അയാൾക്ക് പ്രയാസമായിട്ട് വരും. ദിവസമുള്ള ഓരോ ദിവസവും കഴിഞ്ഞുകൂടാൻ തന്നെ അയാൾക്ക് അങ്ങേയറ്റം ദാരിദ്ര്യം വന്നിട്ട് വളരെ സാമ്പത്തികമായിട്ട് വളരെ മോശം നിലയിലെത്തും. അതാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇതാണ് ആ വ്യത്യാസം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് അഗ്നിമൂല പൊങ്ങിയും വായുമൂല താന്നും. സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂല പൊങ്ങിയും വായുമൂല താന്നുമുള്ള ഭൂമി. ഇതാണ് അഗ്നിമൂല പൊങ്ങിയും വായുമൂല താഴ്ന്നുമുള്ള ഭൂമി. അപ്പൊ ഇതിന് പേര് വരുന്ന നാഗവീതി എന്നാണ്. ഇത് 100 വർഷം വരെ അപൂർത്തി ഉണ്ടാകുന്നതാണ്. പക്ഷെ ഒരു ദോഷം പറയുന്നുണ്ട്, പുത്രശോകം ഉണ്ടാകുന്നു. പുത്രന്മാരവിടെ നമുക്ക് എന്തെല്ലാം അപൂർത്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒക്കെ എന്ത് അപൂർത്തി ഉണ്ടായാലും ശരി പുത്രന്മാർക്ക് ദോഷം ഉണ്ടാകും. പുത്രദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പുത്രന്മാർ ജനിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പുത്രന്മാരുണ്ടെങ്കിൽ തന്നെ ആ പുത്രന്മാർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകും. അവർക്ക് പുത്രന്മാർക്ക് അവിടെ നല്ലതല്ല, ജനിക്കാതിരിക്കാം. അങ്ങനെ ജനിച്ചാൽ തന്നെ അവർക്ക് കാര്യമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും. അതാണ് 100 വർഷത്തെ അപൂർത്തി ഉണ്ടെങ്കിലും പുത്രഹാനി ഉണ്ടാവും. അത് പുത്രികൾക്കുണ്ടാവില്ല. അവിടെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക്, ആൺകുട്ടികളാണെങ്കിൽ മാത്രം, പുത്രന്മാരാണെങ്കിൽ മാത്രം അവർക്ക് അങ്ങേയറ്റത്തെ ഹാനി ഉണ്ടാകുന്നതാണ് ഇതിൽ പറയുന്നത്, ഈ നാഗവീതിക്ക് പറഞ്ഞത്. അതായത് തെക്ക് കിഴക്ക് ഭാഗം പൊങ്ങിയും വടക്ക് പടിഞ്ഞാറ് ഭാഗം താന്നു. ഏതായാലും ഈ പുത്രഹാനി എന്ന് പറഞ്ഞാൽ എത്ര 100 വർഷത്തെ അപൂർത്തി ഉണ്ടായാലും പുത്രഹാനി ഒരു വളരെ നമുക്കറിയാം പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നല്ല സ്ഥലമായിട്ട് വെച്ചിട്ടില്ല, ദോഷകരമാണ്. ഈ തെക്ക് വശം പൊങ്ങിയും വടക്ക് വശം താന്നുമുള്ള ഭൂമി. ഇതാണ് തെക്ക് പൊങ്ങിയും വടക്ക് താന്നുമുള്ള ഭൂമി. ഇത് നല്ല ഭൂമിയാണ്. ഇതിന് ഗജവീതി എന്നാണ് പറയുന്നത്. ഈ ഗജവീതിക്ക് 100 വർഷം വരെ അപൂർത്തിയും ധനാഗമം, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. 100 വർഷം വരെയുള്ള പലവിധ അപൂർത്തി ഉണ്ടാകും, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. ഇത് നല്ലതാണ് ഗജവീതി, തെക്ക് വശം പൊങ്ങിയും വടക്ക് വശം താഴ്ന്നുമുള്ള ഭൂമി. അടുത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും വടക്ക് കിഴക്ക് ഭാഗം താന്നും. അതായത് കന്നിമൂല പൊങ്ങിയും ഈശാനുമൂല താന്നും. ഇത് വളരെ നല്ല ഭൂമിയാണ്. ഇവിടെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗം പൊങ്ങിയും വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന്യമൂലയുടെ ഭാഗം താന്നുമിരിക്കുന്നു. ഇത് വളരെ നല്ല ഭൂമിയാണ്. ഇതിന് പേര് പറഞ്ഞ ധാന്യവീതി. ഇത് 1000 വർഷം വരെ അപൂർത്തി ഉണ്ടാകുന്നതാണ്. 1000 വർഷത്തെ ഐശ്വര്യം ഉണ്ടാകും. അപ്പൊ ഇപ്പൊ നമ്മള് 20 ഇതുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ 8 എണ്ണം കഴിഞ്ഞു. 8 തരത്തിലുള്ള ഭൂമി നമ്മൾ കണ്ടു. ഇനിയും 12 തരത്തിലുള്ള ഭൂമി കൂടി ഉണ്ട്. അതിലേക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ
കിഴക്കിനും തെക്ക് കിഴക്കിനും മധ്യം താന്നും പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും മധ്യം പൊങ്ങിയുള്ള ഭൂമി. അതായത് വായുമൂല വടക്ക് പടിഞ്ഞാറ്, വായുമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയും അഗ്നിമൂലയുടെ സൗത്ത് ഈസ്റ്റ്, അഗ്നിമൂലയുടെയും കിഴക്കിന്റെയും മധ്യഭാഗം താഴ്ന്നുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് അബദ്ധം എന്നാണ് പറയുന്നത്. അബദ്ധം എന്ന് പറഞ്ഞാൽ ദോഷകരമായ അവസ്ഥയാണ്. പരസ്പരം ശത്രുതയും കലഹവും. അങ്ങനെയുള്ള ഭൂമിയിൽ നമ്മൾ കറക്റ്റ് ചെയ്യാതെ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർ തമ്മിലോ ഇപ്പൊ ഭാര്യ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ മക്കളും അച്ഛനമ്മമാരുമായിട്ടായിരിക്കും. അങ്ങോട്ട് ശത്രുതയും അവിടെ കലഹം, വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും ആ വീട്ടിൽ. ഒരിക്കലും ആ മനസ്സമാധാനം ഉണ്ടാവില്ല. അതാണ് അബദ്ധം. ഇത് അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം താഴ്ന്നും വായുമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമിയാണ്. അത് വായുമൂല അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറിന്റെയും വടക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. തെക്ക് കിഴക്കിലെ അഗ്നിമൂല സൗത്ത് ഈസ്റ്റ്, അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം താന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് രോഗകൃത്തം എന്നാണ് പറയുന്നത്. അവിടെ എന്നും രോഗങ്ങളായിരിക്കും അങ്ങനെയുള്ള വീട്ടിൽ താമസിച്ചാൽ. ഒരിക്കലും എന്തെങ്കിലും ഒരു രോഗം വരും, ചികിത്സയ്ക്കും ഭേദമായ വേറെ രോഗം സെയിം ആൾക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്കായിരിക്കാം. അങ്ങനെ ആ വീട്ടിൽ എന്നും രോഗങ്ങൾ കൊണ്ട് അവർ കഷ്ടപ്പെടും. സ്ഥിരമായിട്ട് രോഗം ഉണ്ടായാൽ ഒരിക്കലും നമുക്ക് മനസ്സമാനം ഉണ്ടാവില്ല. അങ്ങനെ രോഗങ്ങൾ കൊണ്ട് ആ വീട്ടിൽ എന്നും കഷ്ടമായിരിക്കും. രോഗങ്ങൾ, മനക്ലേശം, സ്വാഭാവികമായി എപ്പോഴും രോഗങ്ങൾ ഉണ്ടെങ്കിൽ മനക്ലേശം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഈ രോഗങ്ങൾ കാരണം ആ വീട്ടിൽ എന്നും പ്രയാസങ്ങളുണ്ടാവും. അതാണ് രോഗകൃത്ത്. തെക്ക് കിഴക്ക് മൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം താണും വായുമൂല വടക്ക് പടിഞ്ഞാറിന്റെയും വടക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. ഇവിടെ വടക്ക് കിഴക്കിന്റെയും വടക്കിന്റെയും മധ്യഭാഗം, അതായത് ഈശാന്യമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും കന്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം താണും. അതായത് കന്നിമൂല സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറിന്റെയും തെക്കിന്റെയും മധ്യഭാഗം താണുള്ള ഭൂമിക്ക്, ഇങ്ങനെയുള്ള ഭൂമിക്ക് അർഗളം എന്ന് പറയും. അർഗളം ഇത് ദോഷമാണ്. ഇതിന് പറഞ്ഞത് ബ്രഹ്മഹത്യ, സർവനാശം എന്നൊക്കെയാണ് പറഞ്ഞത്. ബ്രഹ്മഹത്യ ചെയ്യുന്ന അതേപോലത്തെ ദോഷങ്ങൾ ഉണ്ടാവും. സർവനാശങ്ങൾ അവിടെ താമസിക്കുന്നത് സർവനാശം ഉണ്ടാകുന്നതാണ് ഈ അർഗളം. അടുത്തത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന്യമൂലയുടെ നോർത്ത് ഈസ്റ്റ്, ഈ കിഴക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം താന്നും. അതായത് സൗത്ത് വെസ്റ്റിന്റെയും വെസ്റ്റിന്റെയും മധ്യഭാഗം താണുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് ശ്മശാനം എന്നാണ് പറയുന്നത്. ഇതും വളരെ ദോഷമാണ്. വംശനാശം ഉണ്ടാകുന്നതാണ്. ആ കുടുംബം തന്നെ നശിച്ചു പോകുന്നതാണ്. ആ കുടുംബത്തില് ഇപ്പോൾ ഉള്ളവർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബം കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കുടുംബം തുടരാനായിട്ട് ആളില്ലാതാകുന്നതാണ്. വംശനാശം ഉണ്ടാകും. ഇവിടെ തെക്ക് കിഴക്കിന്റെയും കിഴക്കിന്റെയും മധ്യഭാഗം പൊങ്ങി അഗ്നിമൂല തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റിന്റെയും ഈസ്റ്റ് കിഴക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും വടക്ക് പടിഞ്ഞാറിന്റെയും മധ്യഭാഗം താണുമുള്ള ഭൂമി. വടക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം താന്നുള്ള ഭൂമി. അപ്പൊ അങ്ങനെയുള്ള ഭൂമിക്ക് പൈതാമഹം എന്നാണ് പറയുന്നത്. ഇത് നല്ല ഭൂമിയാണ്, ഇത് ശുഭമാണ്. ശുഭം എന്ന് പറയുന്നുള്ളൂ. അങ്ങനെ വീട്ടിൽ താമസിക്കുന്നവർക്ക് നല്ല അവസ്ഥകൾ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. ഗുണകരമാണ്. ഇത് കിഴക്ക് സൗത്തിന്റെയും മധ്യഭാഗം പൊങ്ങിയും നോർത്തിന്റെയും മധ്യഭാഗം താന്നും. അതായത് അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും വായുമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം താണുള്ള ഭൂമി. ഇതിന് സുബധം എന്ന് പറയും. ഇത് നല്ലതാണ്, ശുഭമാണ്. ഇത് നല്ല ഗുണകരമായ അവസ്ഥയാണ്. ഇത് വടക്ക് കിഴക്കിന്റെയും മധ്യഭാഗം താന്ന്, അത് നോർത്ത് ഈസ്റ്റ് ഈശാന്യമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം താന്നും കന്നിമൂല സൗത്ത് വെസ്റ്റിന്റെയും കന്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് ദീർഘായുസ് എന്ന് പറയും. ഇതും വളരെ നല്ലതാണ്, വളരെ ശ്രേഷ്ഠമാണ്. വംശത്തിന്റെ വംശാഭിവൃദ്ധി ഉണ്ടാകും. അടുത്തത്
ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യഭാഗം താന്നും കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. നോർത്ത് ഈസ്റ്റ്, ഈശാനുമൂല, വടക്ക് കിഴക്ക്, അതിന്റെയും കിഴക്കിന്റെയും മധ്യഭാഗം താന്നിരിക്കുന്നു. കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറിന്റെയും പടിഞ്ഞാറിന്റെയും ഇടക്ക് പൊങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് പുണ്യകം എന്ന് പറയും. ഇതും വളരെ നല്ല ഭൂമിയാണ്, ശുഭപ്രദമാണ്, ഗുണകരമായ അവസ്ഥകളുണ്ടാവും അവിടെ താമസിക്കുന്നവർക്ക്. അപ്പൊ ഇപ്പൊ നമ്മള് 8 8 16 തരം ഭൂമിയെ പറ്റി പറഞ്ഞു. ഇപ്പൊ ആദ്യത്തെ 8 ഇത് 8 16ആയി. ഇനി 4 തരത്തിലുള്ള ഭൂമികളുണ്ട്, അത് നോക്കാം. ഇതെല്ലാം പുസ്തകത്തിലുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുക, അഗ്നിമൂലയുടെ ഭാഗം താന്നിരിക്കുന്നു. 3 ആരോയും അവിടെ 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 അഗ്നിമൂലയുടെ ഭാഗത്തുണ്ട്. അപ്പൊ അഗ്നിമൂലയുടെ ഭാഗം താന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗങ്ങളും പൊങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭൂമിക്ക്, അതായത് അഗ്നിമൂല അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം താന്നും മറ്റു ഭാഗങ്ങളെല്ലാം പൊങ്ങിയിരിക്കുന്നു. അതിന് ശ്വേനകം എന്ന് പറയും. ഇങ്ങനെയുള്ള ഭൂമിക്ക് ഇത് നാശവും മരണവും ഉണ്ടാകുന്നതാണ്, ദോഷകരമായ അവസ്ഥയാണ്. അതുപോലെ കന്നിമൂല താന്നിരിക്കുന്നു. ബാക്കി എല്ലാ ഭാഗവും പൊങ്ങി. കന്നിമൂലയാണ് എപ്പോഴും പൊങ്ങിയിരിക്കേണ്ടത്. കന്നിമൂല പൊങ്ങിയിരുന്നാൽ നല്ലതാണ്. ഇവിടെ നേരെ വെച്ച് കന്നിമൂല താന്നിരിക്കുന്നു, മറ്റു ഭാഗങ്ങളെല്ലാം പൊങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭൂമിക്ക് പേര് വരുന്ന ശ്വമുഖം എന്നാണ്. അതിന്റെ വളരെ അങ്ങേറ്റം ദൂരമാണ്. അങ്ങേയറ്റത്തെ ദാരിദ്ര്യം ഉണ്ടാകും. എത്ര കോടീശ്വരനായാലും ഇങ്ങനെയുള്ള ഭൂമിയെ താമസിച്ചു കഴിഞ്ഞാൽ കുത്തുവാള എടുക്കുന്നതാണ്. ദാരിദ്ര്യം, അങ്ങേയറ്റത്തെ ദാരിദ്ര്യം ഉണ്ടാകും. ഇത് പിന്നെ വായുമൂല താന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു. വായുമൂല അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം താന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ളതിന് ബ്രഹ്മഖനം എന്ന് പറയും. അതിന് പ്രാണഭയമാണ് അവിടെ. അത് നല്ലതല്ല, പ്രാണഭയം. അവിടെ താമസിക്കുന്നവർക്ക് എന്നും പ്രാണനിൽ ഭയമായിരിക്കും. ഇത് ഈശാനുമൂല താന്നിരിക്കുന്നു, മറ്റെല്ലാം പൊങ്ങിയിരിക്കുന്നു. ഇത് നല്ല ഭൂമിയാണ്. ഈശാനുമൂല താന്നിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇതിന് പറയുന്നത് സ്തണ്ടിലം എന്നാണ്. ഇങ്ങനെയുള്ള ഭൂമിക്ക് പറഞ്ഞാൽ ഈശാനുമൂലയുടെ ഭാഗം താന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്ന ഭൂമിക്ക് സ്തണ്ടിലം എന്ന് പറയും. അതിന് വളരെ ഉത്തമമായിട്ടുള്ള ഭൂമിയാണത്. അപ്പൊ ഇപ്പൊ നമുക്ക് ആ 20 തരം ഭൂമിയെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ 20 തരം ഭൂമിയിലും ഓരോ അവസ്ഥകൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പിന്നെ വായുമൂല താന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്ന ഭൂമിയുടെ പേരെന്ത്? ഒറ്റ വാക്കിനുള്ള ഉത്തരം, 1 മാർക്കിനുള്ള ഉത്തരം ആദ്യം ഒരു 5 മാർക്കിന് അങ്ങനെയുണ്ട്. 7 ക്വസ്റ്റ്യൻ തന്നിരിക്കും, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അത് ഈ ബേസിക്കിന്റെ ഡിപ്ലോമ കോഴ്സിന്റെ പരീക്ഷയ്ക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സാധാരണ അങ്ങനെയാണ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ പിന്നെ ഈശാനുമൂല താന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്ന ഭൂമിയുടെ പേരെന്ത്? സ്തണ്ടിലം ഒറ്റ വാക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും എഴുതണ്ട. ഉത്തമമാണോ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ പേരെന്തെന്നാണ് ചോദിച്ചത്, പേര് സ്തണ്ടിലം. ചോദിച്ചാൽ അതിന്റെ ഫുൾ അതിന്റെ മാർക്ക് കിട്ടും. ഒറ്റ മാർക്കിന്റെ ആണ്. 7 ക്വസ്റ്റ്യൻ കാണും, 2 ചോയ്സ് കാണും, 5 എണ്ണത്തിൽ ആൻസർ ചെയ്യണം. അത് അങ്ങനെയാണ് സാധാരണ ഈ പരീക്ഷയ്ക്ക് വരാറുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ മോഡലൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്തിക്കും. അപ്പൊ ഇതിപ്പം ഈ 20 തരത്തിലുള്ള ഭൂമി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇതൊക്കെ വീട്ടിൽ പോയി നോക്കണം. കാരണം ഇതിപ്പോ ഒന്ന് നോക്കിക്കൊണ്ട് അത് ഓർമ്മയിരിക്കില്ല. നമ്മള് പല വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ ഭൂമിയുടെ ചരിവ് നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കണം. കാരണം വീടിന് എന്തെല്ലാം ഗുണമുണ്ടായാലും ഭൂമിയുടെ ചരിവുകളും ഭൂമിയുടെ ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പൊ കന്നിമൂലയുടെ ഭാഗമൊക്കെ താഴ്ന്നു കിടന്നു കഴിഞ്ഞാൽ അവിടെ സാമ്പത്തികമായ വലിയ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലത്ത് ആ വീടിനും കൂടെ സാമ്പത്തികമായ പ്രയാസമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സാമ്പത്തികമായ കഷ്ടങ്ങൾ അവർ അനുഭവിക്കും. ഒരുപാട് കേസുകൾ എനിക്കറിയാം. അത് കറക്റ്റ് ചെയ്തപ്പോൾ മാറി വന്നിട്ടുമുണ്ട്. അപ്പൊ ഇത് ആണ് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും എന്ന് പറയുന്നതാണിത്. ഇതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി അടുത്തത് പോകാൻ നമുക്ക്. ഇത് നമ്മൾ ആ ആകൃതികൾ നമ്മൾ കുറെ പറഞ്ഞു. അതായത് ദോഷകരമായ ആകൃതികളെ പറ്റി കുറെ പറഞ്ഞു. ഇനി വേറെ കുറെ ആകൃതികൾ നമ്മൾ പറയുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിന് തെക്ക് വടക്ക് നീളം കൂടുതലും കിഴക്ക് പടിഞ്ഞാറും അളവ് കുറവുമാണ്. തെക്ക് വടക്കാണ്. ഇത് നല്ലതാണ്. എപ്പോഴും കിഴക്ക് പടിഞ്ഞാറുള്ള അളവിനേക്കാൾ തെക്ക് വടക്ക് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ആ അളവ് കൂടുതലാണെങ്കിൽ അത് നല്ലതാണ്. റെക്റ്റാങ്കിൾ പൊതുവെ നല്ലതാണ്. പക്ഷെ അതിൽ തെക്ക് വടക്ക് നീളം കൂടിയ വസ്തു കൂടുതൽ നല്ലതാണ്. അതായത് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള വസ്തുവിൽ. വീട് വെച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകും. അത് പക്ഷെ കിഴക്ക് പടിഞ്ഞാറ് നീളം കൂടുതലും തെക്കോടെ നീളം കുറവുമാണെങ്കിൽ അത് ദോഷമാണ്. ശരി, ഇപ്പൊ ഇവിടെ ഇത് നോക്കുക. ഇവിടെ തെക്ക് വടക്ക് നീളം കുറവും കിഴക്ക് പടിഞ്ഞാറ് നീളം കൂടുതലുമാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും ഇല്ലെങ്കിലുള്ള ഭൂമിക്കില്ല. പക്ഷെ ഇത്
വിനാശമാണെന്നാണ് വാസ്തുശാസ്ത്രി പറഞ്ഞിരിക്കുന്നത്. വിനാശം, നാശം ഉണ്ടാകും, ദോഷകരമായ അനുഭവമാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴും റെക്ടാങ്കുലാർ ഭൂമിയുടെ തെക്ക് വടക്ക്, പക്ഷെ ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അങ്ങനെ കിട്ടിയില്ല, നമുക്ക് കിഴക്ക് പടിഞ്ഞാറാണ് അളവ് കൂടുതൽ, തെക്ക് വടക്കിനേക്കാൾ കിഴക്ക് പടിഞ്ഞാറ് അളവ് കൂടുതലാണ്, അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ശരിക്കും നല്ലതല്ല. ഇവിടെ നോക്കുക, ഇത് ഒരു റെക്ടാങ്കിൾ ഇതാണ്. ഇത് പിന്നെ വീതിയുടെ ഇരട്ടിയോ അതിൽ കൂടുതലോ നീളം ഉണ്ടെങ്കിൽ അതിന് ദണ്ഡാകൃതി എന്ന് പറയും. ഒരു പ്ലോട്ടിന്റെ ഒരു വസ്തുവിന്റെ വീതിയുടെ ഇരട്ടിയോ അതിൽ കൂടുതലോ നീളം ഉണ്ടെങ്കിൽ ദണ്ഡാകൃതി എന്ന് പറയും. അത് തെക്കുവടക്കും ആകാം, കിഴക്ക് പടിഞ്ഞാറും ആകാം. ഇപ്പൊ ഇങ്ങനെ വന്നാലും ഇതിപ്പോ ഇങ്ങനെ വരുന്നു. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ തെക്കുവടക്കാണ് കൂടുതൽ, കിഴക്ക് പടിഞ്ഞാറ് കുറവാണ്. പക്ഷെ എന്നാലും ദണ്ഡാകൃതിയാണെങ്കിൽ, വീതിയുടെ ഇരട്ടിയോ അതിൽ കൂടുതൽ നീളം ഉണ്ടെങ്കിൽ അത് ഈ കിഴക്ക് പടിഞ്ഞാറാണ് എങ്ങനെ വന്നാലും അത് ദോഷകരമാണ്. അതിന് ദണ്ഡാകൃതി എന്ന് പറയും. അത് വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളം, അത് ചുവന്ന ഇൻഡു ഇട്ടേക്കുന്ന ദോഷം എന്നുള്ളതാണ്. അപ്പൊ അത് ദോഷകരമായ പ്ലോട്ട് സ്ഥലമാണ്, അത് ദണ്ഡാകൃതി. അപ്പൊ എപ്പോഴും നമ്മുടെ വീടൊക്കെ നോക്കുമ്പം വീതിയുടെ ഇരട്ടി കൂടുതൽ നീളം വന്നു. ഇപ്പൊ ചില വളരെ വീതി കുറഞ്ഞ് നീളം കൂടിയ വസ്തുക്കളൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ള വസ്തുത്തിൽ വീതിയുടെ ഇരട്ടി കൂടുതൽ നീളം വരാതെ പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ തീരെ ചെറിയ വീട് വെക്കാൻ പറ്റുമെന്നൊക്കെ വരും. അപ്പൊ അതിനൊക്കെ ഉള്ള കറക്ഷനൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂമി വീട് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ദണ്ഡാകൃതി നല്ലതല്ല. ഇത് സ്ക്വയർ ആണ്, സമചതുരം. ഏറ്റവും നല്ലത് സ്ക്വയർ ആണ്. ഭൂമിയുടെ ആകൃതിയിൽ സ്ക്വയർ ഷേപ്പാണ് ഏറ്റവും നല്ലത്. ഇത് ധനാഗമം, സാമ്പത്തിക ഉയർച്ചയുണ്ട്. മാത്രമല്ല ഏറ്റവും നല്ലത് സ്ക്വയർ എന്നാണ്. ഈവൻ റെക്ടാങ്കിൾ തെക്ക് വടക്ക് നീളം കൂടിയതും സ്ക്വയർ കഴിഞ്ഞ നെക്സ്റ്റ് സെക്കൻഡ് ബെസ്റ്റ് ആവുന്നുള്ളൂ. ഏറ്റവും നല്ലതായിട്ടുള്ള ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി സമചതുരമാണ് പ്ലോട്ടിന്. ഇത് ട്രയാങ്കുലർ ഷേപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയാങ്കുലർ ഷേപ്പ് നല്ലതല്ല. അപ്പൊ അതിന്റെ ദോഷങ്ങൾ പറഞ്ഞാൽ രാജഭീതി, ധനക്ഷയം എന്നാണ്. രാജഭീതി, ധനക്ഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാജാവൊന്നും ഇല്ല. പണ്ടാണ് രാജാവുള്ളപ്പോൾ രാജാവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ രാജഭീതി ഉദ്ദേശിക്കുന്നത് നമ്മളെ ഭരിക്കുന്നവരാരായാലും, അതായത് നമ്മളുടെ ഗവൺമെന്റിൽ നിന്നൊക്കെ എന്തെങ്കിലും നമുക്ക് ദോഷകരമായിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പം കോർപ്പറേഷൻ സ്ഥലത്താണെങ്കിൽ കോർപ്പറേഷനുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തുമായിട്ട്, അതായത് നമ്മളുടെ പിന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് പ്രയാസങ്ങള്, ഭയങ്ങള്, ഭീതിയൊക്കെ ഉണ്ടാകുന്നതാണ് രാജഭീതി ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ധനക്ഷയം നമുക്കറിയാം, സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകും. ഇത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ വീട് വെച്ച് താമസിച്ചാൽ. ട്രയാങ്കുലർ ഷേപ്പ്, ത്രികോണ ആകൃതി. ഇത് സർക്കിൾ, നേരത്തെ പറഞ്ഞു സർക്കിൾ ആകൃതി മോശമാണെന്ന് പറഞ്ഞു. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ദാരിദ്ര്യമാണ്. അത് നേരത്തെ പറഞ്ഞാണ്. അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ ഇപ്പോൾ അതിനകത്തൊരു റെക്ടാങ്കിളോ എന്തെങ്കിലും എടുത്തൊക്കെ അതിനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് ഇത് കറക്റ്റ് ചെയ്ത് ചെയ്യാതെ വീട് ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ പ്ലോട്ടിൽ വീട് വെച്ചാൽ ദാരിദ്ര്യമായിരിക്കും. ഇത് വില്ലിന്റെ ആകൃതി. വില്ലിന്റെ ആകൃതി കഴിഞ്ഞാൽ ഭയം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള വീട്ടിൽ അത് കറക്റ്റ് ചെയ്യാതെ താമസിച്ചാൽ ഭയം ഉണ്ടാകും. അടുത്ത വാസ്തുവിന്റെ അംഗഹീനത്വം. ഇത് പിന്നെ അതായത് വരാഹമിഹിരന്റെ ബൃഹത് സംഹിതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബൃഹത് സംഹിതയിലാണ് ഈ അംഗഹീനത്വത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ അതായത് വാസ്തുപുരുഷന്റെ അംഗങ്ങൾ നമുക്ക് വാസ്തുപുരുഷൻ ഈ ബൃഹത് സംഹിതയില് വടക്ക് കിഴക്ക് ഭാഗത്ത് തലയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദങ്ങളും, അങ്ങനെയാണ് മിക്കവാറും വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അതാണ്. പക്ഷെ അതേസമയം മനുഷ്യാചന്ദ്രിയയിൽ നേരെ തിരിഞ്ഞാണ് കിടക്കുന്നത്. അതായത് തല വടക്ക് കിഴക്ക് തന്നെ, ഈശാനമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് തല, പാദങ്ങൾ കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ്. അതായത് എല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷെ കമന്ന് കിടക്കുന്നോ മലന്ന് കിടക്കുന്നോ എന്നുള്ളതാണ്. നമുക്കറിയാം വടക്ക് കിഴക്ക് ഭാഗത്ത് തലയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദങ്ങളുമാണെങ്കിൽ, കമന്ന് കിടക്കുകയാണെങ്കിൽ വലത് കൈ അഗ്നിമൂലയിലും ഇടത് കൈ വായുമൂലയിലും വരും. അതേസമയം മലർന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഈശാനമൂലയിൽ തല വെച്ചാകുമ്പോൾ ഇടത് കൈ ആയിരിക്കും അഗ്നിമൂലയിൽ പോകുന്നത്, വലത് കൈ വായുമൂലയിൽ പോകും. അങ്ങനെ ആ ഒരു വ്യത്യാസം. കമന്ന് കിടക്കുന്നതായിട്ടാണ് കൂടുതൽ പുസ്തകങ്ങളിലും പറയുന്നത്. ഈ ബൃഹസംഹിതയിലും ഒക്കെ വാസ്തുപുരുഷൻ കമന്ന് കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇത് AD 6-ാം നൂറ്റാണ്ടിലാണ് ഈ ബൃഹസംഹിത വരാഹമിഹിരൻ ഇത് 6-ാം നൂറ്റാണ്ടിൽ. അന്ന് എഴുതിയ അതിനകത്ത് തല വടക്ക് കിഴക്ക്, അതായത് നോർത്ത് ഈസ്റ്റ്, ഈശാനുമൂല,
പാദങ്ങൾ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പിന്നെ കന്നിമൂല, സൗത്ത് വെസ്റ്റ് പാദങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ബൃഹസംഹിത, വരാഹമിഹിരൻ രചിച്ച ബൃഹസംഹിത പറഞ്ഞിരിക്കുന്നത്. അത് കമിഴ്ന്ന് കിടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ ഇപ്പൊ ഇത് ഇങ്ങനൊരു ഭൂമിയാന്നിരിക്കട്ടെ. ഇപ്പൊ ഈ ഭൂമി ഇപ്പൊ മോൾ വശം കിഴക്ക്, നമ്മൾ സാധാരണ മോൾ വശം കിഴക്ക് ആവശ്യം അങ്ങനെ വരുമ്പോൾ തെക്ക് കിഴക്കാണ് ഇപ്പൊ ഒരു കട്ടിങ് വരുന്നത്. അപ്പൊ തെക്ക് കിഴക്ക് മൂല ഇല്ല. ഈ വീട്, ഈ പ്ലോട്ടിന്, ഇതെല്ലാം പ്ലോട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. വീടാണെങ്കിൽ ഇത് സെയിം ഇതുണ്ട്. ഇതിപ്പോ നമ്മൾ പ്ലോട്ട് അല്ലെങ്കിൽ വസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ തെക്ക് കിഴക്ക് ഭാഗം ഇല്ല, ഒരു കട്ടിങ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പം നമ്മൾ അവിടെ വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റില്, അതായത് തലയും തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്യാകുമാരിയുടെ ഭാഗത്ത് പാദവുമായിട്ട് കവന്ന് കിടക്കുമ്പോൾ വലത് കൈയാണ് ഇപ്പൊ വെട്ടിപ്പോയത്. വലത് കൈ ഇല്ല. അത് വാസ്തുപുരുഷനും വലത് കൈ ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിന് ഇപ്പൊ സൗത്ത് ഈസ്റ്റ് അഗ്നിമൂല ഇല്ല. അത് വാസ്തുപുരുഷന്റെ വലത് കൈയായിട്ട് വരും കവന്ന് കിടക്കുമ്പോൾ. സാമ്പത്തിക നഷ്ടവും സ്ത്രീകൾ മുഖേന കഷ്ടതകൾ ഉണ്ടാകുന്നതാണ്. അംഗഹീനത്വം, ഒരു അംഗം ഇപ്പൊ ഇവിടെ അംഗഹീനത്വം, ഇവിടെ അംഗം ഇല്ലാതെ വരുന്ന സൗത്ത് ഈസ്റ്റ് ആണ് കട്ടിങ് വരുന്നത്. അപ്പൊ അതായത് വാസ്തുപുരുഷന് വലത് കൈ ഇല്ല. വാസ്തുപുരുഷന്റെ വലത് കൈ ഇങ്ങനെ കട്ടായി പോയാൽ അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് അത് കറക്റ്റ് ചെയ്യാതെ വീട് വെച്ച് താമസിക്കുന്നവർക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും. സ്ത്രീകൾ മുഖേന കഷ്ടതകൾ ഉണ്ടാകും. സ്ത്രീകൾ മുഖേന കഷ്ടതകൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒന്നുകിൽ സ്ത്രീകൾക്ക് വളരെയധികം അസുഖങ്ങൾ ഉണ്ടാകാം. പനി, വളരെ ചെറിയ അസുഖങ്ങളൊന്നും അല്ല, കാര്യമായിട്ടുള്ള അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പേരുദോഷം ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള പല ദോഷങ്ങളും ഉണ്ടാകാം ഈ സൗത്ത് ഈസ്റ്റ് കട്ടിങ് ആണെങ്കിൽ. ഇവിടെ നോക്കുക, നോർത്ത് വെസ്റ്റ് ആണ് കട്ടിങ്. വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂലയാണ് കട്ട് ചെയ്ത് പോയേക്കുന്നത്. അത് ഇടത് കൈയാണ് ഇല്ലാത്തത്. ഇവിടെ വാസ്തുപുരുഷൻ നമുക്കറിയാം, തല വടക്ക് കിഴക്കും പാദം തെക്ക് പടിഞ്ഞാറുമാണ്, ഇടത് കൈ ഇല്ല. അപ്പൊ ഇടത് കൈ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെയും ഈ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. പക്ഷെ അത് രണ്ടാമത് സ്ത്രീകൾ മുഖേന കഷ്ടം ഉള്ളതല്ല, അതിന് പകരം ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാകും. ധനനഷ്ടം രണ്ടിടത്തും ഉണ്ട്. സാമ്പത്തിക നഷ്ടം, ധനനഷ്ടം രണ്ടും തന്നെ. അപ്പം ധനനഷ്ടവും ഭക്ഷണത്തിന് ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ ഇല്ലാതെ വരുന്നുള്ള അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഗുണമുള്ള ഭക്ഷണം. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ആഹാരവും ഹോട്ടലിലൊക്കെ പോയി പലപ്പോഴും കഴിക്കുന്ന ആഹാരത്തിലൊക്കെ അത്ര ഗുണമുള്ളതോ അല്ലെങ്കിൽ പല ദോഷങ്ങളുള്ളതും പല മരുന്നടിച്ച പലക്കറിയൊക്കെ ഉപയോഗിച്ചൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവിടെ ദോഷകരമായ ഭക്ഷണമായിരിക്കും പലപ്പോഴും നമ്മൾ വെളിയിലൊക്കെ പോയി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള പോഷകാഹാരത്തിന് ക്ഷാമം ഉണ്ടാകുന്നതാണ്. നല്ല ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാകും. അതാണ് ധനനഷ്ടവും ഭക്ഷണത്തിന് ക്ഷാമവുമാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ കട്ട് ചെയ്തു പോയാൽ, അല്ലെങ്കിൽ വായുമൂല കട്ടായാൽ, അല്ലെങ്കിൽ വാസ്തുപുരുഷന് ഇടത് കൈ ഇല്ലെങ്കിൽ, അംഗഹീനത്വം ഇടത് കൈ ഇല്ലെങ്കിൽ. ഇവിടെ വാസ്തുപുരുഷന് തലയില്ല. വടക്ക് കിഴക്ക് ഭാഗത്താണ് തല വരുന്നത്, അവിടെയാണ് കട്ടിങ് വന്നത്. അപ്പൊ തലയില്ലെങ്കിൽ വാസ്തുപുരുഷന് തലയില്ലാതെ വന്നാൽ സകല ഗുണങ്ങളും ഇല്ലാതാകും. എല്ലാ ഗുണങ്ങളും ഇല്ലാതാകും. അപ്പൊ എന്തൊക്കെ ഒരു മനുഷ്യന് ഗുണങ്ങൾ ആവശ്യമുണ്ടോ അതൊന്നും ഇല്ലാതാകും. അത് ദോഷമായിട്ടുള്ള ഭാഗം. ഏറ്റവും കൂടുതൽ ദോഷം ഇത് വരുന്നത് കന്നിമൂല ഇല്ലാതാകുമ്പോഴാണ്. ഇതിപ്പോ ഇവിടെ നമുക്ക് കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് മൂലയില്ല, കട്ടിങ് ആണ്. അത് അപൂർണമായ മൂലയാണ്. മലയാളത്തിൽ അപൂർണമായ മൂല എന്ന് പറയും, ഇംഗ്ലീഷിൽ മിസ്സിംഗ് കോർണർ എന്ന് പറയും, ഏത് മൂല പോയാലും. അപ്പൊ സൗത്ത് വെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൂന്ന് ദോഷങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആൺകുട്ടികൾ മരിക്കും എന്നാണ് പറയുന്നത്. അവിടെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് മരണമോ അല്ലെങ്കിൽ മരണതുല്യമായ തത്തുല്യമായ അവസ്ഥകളോ ഉണ്ടാകും. വീട്ടുടമസ്ഥന്റെ ശക്തി ക്ഷയിക്കും. അതാണ് രണ്ടാമത്. സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മൾ നേരത്തെ ആദ്യവും സ്ത്രീകൾ മുഖേന പറഞ്ഞു. ഒന്നുകിൽ സ്ത്രീകൾക്ക് വലിയ കാര്യമായ അസുഖങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പേരുദോഷം ഉണ്ടാവുകയോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സ്ത്രീകൾ മുഖേന ആ വീട്ടിന് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂല ഇല്ലാതാകുന്നതിനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ മരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വളരെ ദോഷകരമായ അവസ്ഥയാണ്. തെക്ക് പടിഞ്ഞാറ് ഇല്ലാതിരിക്കുന്നത് അങ്ങേയറ്റം ദോഷകരമാണ്. ഇതാണ് നമ്മള് പിന്നെ വാസ്തുപുരുഷന്റെ അംഗഹീനത്വം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. വാസ്തുവിന്റെ അംഗഹീനത്വം. അടുത്ത നമ്മള് ഭൂപരീക്ഷണം.
നേരത്തെ നമ്മൾ പറഞ്ഞു ഭൂപരീക്ഷണം, അതായത് ഒന്ന് ഇപ്പം നമ്മൾ ഉത്തമ ഭൂമി ലക്ഷണത്തില് പിന്നെ പ്രദക്ഷിണമായി നീരൊഴുക്കുള്ളത് ഉത്തമമായ ഭൂമിയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അപ്രദക്ഷിണമായിട്ട് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് നീരൊഴുക്കുള്ളതെങ്കിൽ അത് അധമ ഭൂമിയാണെന്ന്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞത് അത് ഭൂമിക്ക് അടിയിലുള്ള ഒഴുക്കാണ്. മുകളിലുള്ള മഴ പെയ്യുമ്പോൾ മുകളിൽ കൂടെ ഒഴുകുന്നതല്ല, ഭൂമിക്ക് അടിയിൽ കൂടിയുള്ള ആ നീരൊഴുക്കിനാണ് അവിടെ. പിന്നെ പ്രദക്ഷിണമാണെങ്കിൽ അത് ഉത്തമ ഭൂമിയും, അപ്രദക്ഷിണമാണ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഉത്തമ ഭൂമിയും, ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണമാണെങ്കിൽ അത് അധമ ഭൂമിയും നമ്മൾ പറഞ്ഞത് പിന്നെ ഭൂമിക്ക് അടിയിൽ കൂടിയുള്ള വെള്ളമൊഴുക്കാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെയൊക്കെ ഓരോ അങ്ങനെയുള്ള പല, അതുപോലെ വിത്തിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുന്നു, ഒരു മണ്ണെടുത്തിട്ട് തിരിച്ച് മണ്ണിട്ടിങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതൊക്കെ പരീക്ഷണങ്ങൾ കൂടി ചെയ്യുന്ന ഇതാണ് ഭൂപരീക്ഷണം. 6 പരീക്ഷണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 6 പരീക്ഷണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, അത് പിന്നെ ഒന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുഴി കുഴിക്കും. ഈ കുഴി ഏതാണ്ട് 1 മീറ്റർ, നമ്മുടെ മീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ചാപ്റ്റർ ഉണ്ട്, മാനനിർണ്ണയം ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ പിന്നെ അല്ല 1 മീറ്റർ അല്ല, സോറി, ഒരു പിന്നെ കോല്, ഒരു കോൽ. അപ്പൊ ഈ കോലെന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ അങ്കുലം, അങ്കുലം, അതിൻ്റെയൊക്കെ അളവുകൾ, വേറെ പല അളവുകളുണ്ട്. ആ അളവുകളെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് മാനനിർണ്ണയം എന്നുള്ള ചാപ്റ്റർ വരുമ്പോൾ അതിൽ പഠിക്കും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒരു കോൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റാൻഡേർഡ് വെച്ച് 72 സെന്റിമീറ്റർ ആണ്. 72 സെന്റിമീറ്റർ ആണ് ഒരു കോൽ. അപ്പം പിന്നെ ഭൂപരീക്ഷണത്തില് 1 കോൽ നീളവും 1 കോൽ വീതിയും 1 കോൽ ആഴവുമുള്ളൊരു കുഴി കുഴിക്കണം. 1 കോൽ എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ. അപ്പൊ 72 സെന്റിമീറ്റർ നീളവും 72 സെന്റിമീറ്റർ വീതിയും 72 സെന്റിമീറ്റർ ആഴവുമുള്ളൊരു കുഴി കുഴിക്കണം. കുഴി കുഴിച്ചിട്ട് അതിൽ നിറച്ച് വെള്ളം, ഓസിലോട്ട് നിറച്ച് വെള്ളം നിറയ്ക്കണം. ഈ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഒരു 100 അടി എന്ന് പറഞ്ഞാൽ ഈ ഫീറ്റ് എന്നുള്ള 12 ഇഞ്ച് അടി എന്നുള്ളതല്ല, 100 സ്റ്റെപ്പ് എന്നുള്ളതാണ്. ഒരു 100 സ്റ്റെപ്പ് ഒരു സാധാരണ സ്പീഡ്, വലിയ സ്പീഡും അല്ല, തീരെ പതുക്കെയല്ല, സാധാരണ സ്പീഡിൽ നമ്മൾ എണ്ണിക്കൊണ്ട് 100 സ്റ്റെപ്പ് ഏതെങ്കിലും വശത്തേക്ക് വെക്കുക. അത് കഴിഞ്ഞ് തിരിച്ചു ആ 100 സ്റ്റെപ്പ് വന്നിട്ട് തിരിച്ച് ഇവിടെ വരിക. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ കുഴിക്കകത്ത് ഒട്ടും വെള്ളമില്ലാതിരിക്കട്ടെ. ഒട്ടും വെള്ളമില്ലെങ്കിൽ അത് അധമ ഭൂമിയാണ്. ആദ്യത്തെ പോലെ നിറഞ്ഞു ഒട്ടും തന്നെ പോയിട്ടില്ല, വെള്ളം അതുപോലെ നിൽക്കുകയാണെങ്കിൽ അത് ഉത്തമ ഭൂമിയാണ്. പിന്നെ കുറച്ച് താന്നു, പകുതി താന്നു, അല്ലെങ്കിൽ കാൽഭാഗം, നമുക്കൊരു എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടെങ്കിൽ, ഫുൾ ലെന്ത് ഒരു അടയാളം ഉണ്ടെങ്കിൽ അതിൽ കുത്തി നോക്കി അറിയാം എത്ര ഭാഗം പോയി, അല്ലെങ്കിൽ ഇനി എത്ര 72 സെന്റിമീറ്റർ കുഴിയാണ് നമ്മൾ കുഴിച്ചത്. അപ്പൊ ഇനി എത്ര സെന്റിമീറ്റർ ഉണ്ട്, അപ്പൊ പകുതിയാണോ, കാൽഭാഗമാണോ, മുക്കാൽ ഭാഗമാണോ, അതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ഭൂമിക്ക് ഗുണവും ദോഷവും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഭൂപരീക്ഷണത്തിലാണ് ആദ്യത്തത്. അതായത് 72 സെന്റിമീറ്റർ നീളം, 72 സെന്റിമീറ്റർ വീതി, 72 സെന്റിമീറ്റർ ആഴ്ചയുള്ള കുഴിയിൽ അതിൽ വെള്ളം നിറച്ചിട്ട് പരിശോധിക്കുക. 100 അടി നടന്നിട്ട് തിരിച്ചു വന്നിട്ട് 100 സ്റ്റെപ്പ് നടന്നിട്ട് തിരിച്ചു, സാധാരണ സ്പീഡിൽ 100 സ്റ്റെപ്പ് നടന്ന് തിരിച്ചു വന്നിട്ട് ആ കുഴി നോക്കുമ്പോൾ ആ വെള്ളം അതുപോലെ നിറഞ്ഞു തന്നെ കിടക്കുകയാണെങ്കിൽ ഉത്തമ ഭൂമി, ഒട്ടും വെള്ളമില്ലെങ്കിൽ അധമ ഭൂമി, ഇടയ്ക്കാണെങ്കിൽ അത് മധ്യമം. അതിന്റെ ഇതനുസരിച്ച് എത്ര 50% കൊള്ളാം, അല്ലെങ്കിൽ 75% കൊള്ളാം എന്നൊക്കെ ഉള്ള വെള്ളത്തിന്റെ, ബാക്കിയുള്ള വെള്ളത്തിന്റെ അളവനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അടുത്ത രണ്ടാമത്തത്, ഇത് വെള്ളം നിറച്ചിട്ട് 100 അടി നടന്നിട്ട് 100 സ്റ്റെപ്പ് നടന്നിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തത്, നമുക്ക് ഇതുപോലെ തന്നെ 72 സെന്റിമീറ്റർ നീളം, 72 സെന്റിമീറ്റർ വീതി, 72 സെന്റിമീറ്റർ താഴ്ചയിൽ ഒരു കുഴി കുഴിക്കണം. ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് രാത്രിയിൽ വെള്ളം നിറയ്ക്കണം. പക്ഷേ രാത്രി ഒരു 10 മണിക്കൊക്കെ. അത് മഴക്കാലത്തായിരിക്കരുത്, മഴ അല്ലാത്ത സമയത്ത്. പിന്നെ ഇതൊക്കെ ചൂടുകാലത്തിൽ, വേനൽക്കാലത്ത് ചെയ്യേണ്ട ഇതാണ്. അപ്പൊ രാത്രിയിൽ വെള്ളം നിറച്ചു വെക്കണം. വെള്ളം നിറച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കണം. അപ്പൊ 10 മണിക്ക് നമ്മൾ വെള്ളം നിറച്ചിട്ട് രാവിലെ 6 മണിക്ക് വന്ന് നോക്കണം. വന്ന് നോക്കുമ്പോൾ ആ വെള്ളം കാണില്ല, പക്ഷെ ആ സൈഡിൽ തൊട്ട് നോക്കണം. ആ കുഴിയുടെ സൈഡിൽ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ നനവ് അനുഭവപ്പെട്ടാൽ അത് ഉത്തമ ഭൂമിയാണ്. ഡ്രൈ ആയിരുന്നാൽ അത് അധമ ഭൂമിയാണ്. അതാണ് രാത്രിയിൽ വെള്ളം നിറച്ചിട്ട് ഒരു രാവിലെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു 8 മണിക്കൂറാണ്. ആ 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ കുഴിക്കകത്ത് കൈകൊണ്ട് തൊട്ട് നോക്കുക. അപ്പൊ കയ്യിൽ നനവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉത്തമ ഭൂമിയാണ്. നനവ് അനുഭവപ്പെടുത്തില്ല, ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് അധമ ഭൂമിയാണ്. ഇതൊക്കെ ചെയ്യേണ്ടത് വേനൽക്കാലത്താണ് ഈ പരീക്ഷകൾ നടത്തേണ്ടത്. ഇനി മൂന്നാമത്തെ പരീക്ഷ എന്ന് പറഞ്ഞാല് അത് ഇതുപോലെ 72 സെന്റിമീറ്റർ നീളവും 72 സെന്റിമീറ്റർ വീതിയും 72 സെന്റിമീറ്റർ ആഴമുള്ള കുഴി കുഴിക്കണം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ കുഴി ദിശയ്ക്ക് സമാന്തരമായിരിക്കും. ഈ ഇപ്പൊ 1ലും 2ലും ഉള്ളതും ദിശയ്ക്ക് സമാന്തരമായിട്ട് കുഴിക്കാം, വിരോധമില്ല. പക്ഷെ അത് നിർബന്ധമില്ല. എങ്ങനെ വേണമെങ്കിൽ കുഴിക്കുക, നീളവും വീതിയും ആഴവും പറയുന്നതേ ഉള്ളൂ. ഇവിടെ മൂന്നാമത്തത് ദിശ കിഴക്ക്, അതിന്റെ കുഴിയുടെ 2 വശങ്ങളും കിഴക്ക് പടിഞ്ഞാറിന് സമാന്തരമായിരിക്കും.
മറ്റ് രണ്ട് വശങ്ങൾ തെക്ക് വടക്കിന് സമാന്തരമായിരിക്കും. അങ്ങനെ ദിശയ്ക്ക് സമാന്തരമായിട്ട് വേണം ആ കുഴി എടുക്കാൻ. മൂന്നാമത്തെ എക്സ്പെരിമെന്റ്, അത് കുഴി ദിശയ്ക്ക് അഭിമുഖമായി എടുക്കണം. ഇതുപോലെ ഈ അളവ് ഇത് തന്നെ 72. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ പൂ, ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പൂ, ഈ തുമ്പപ്പൂ പോലത്തെ കുറച്ച് പൂ അതിനകത്ത് ഇങ്ങനെ വിതറണം. വിതറിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെറുതെ നോക്കണം. സ്വല്പ സമയം അല്പം കഴിയുമ്പോൾ ആ പൂകൾ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നത് പ്രദക്ഷിണ ദിശയിലാണോ അപ്രദക്ഷിണ ദിശയിലാണോ, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ഈ പൂ മൂവ് ചെയ്യുന്നത് നോക്കണം. അതായത് നമ്മുടെ മണ്ണിനടിയിലുള്ള വെള്ളത്തിന്റെ ആ ഫോഴ്സ്, അതിന്റെ ഒരു ആകർഷണം കൊണ്ട് അത് ഏത് ഡയറക്ഷനിലാണോ മണ്ണിന് അടിയിലുള്ള, ഭൂമിക്ക് അടിയിലുള്ള ആ ഭൂഗർഭ ജലം മൂവ് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വെള്ളത്തിന് വരും. അപ്പൊ അതേ ഡയറക്ഷനിൽ തന്നെ ഈ കുഴിക്കകത്തുള്ള വെള്ളവും മൂവ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് പൂവും മൂവ് ചെയ്യും. അപ്പൊ നമുക്കറിയാം അടിയിലുള്ള ഭൂഗർഭ ജലത്തിലുള്ള വെള്ളം പ്രദക്ഷിണമായിട്ടാണോ അപ്രദക്ഷിണമായിട്ടാണോ, അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നമുക്ക് അറിയാൻ പറ്റും. പ്രദക്ഷിണമായിട്ടാണ് കറങ്ങുന്നതെങ്കിൽ അത് നല്ലതാണ്, ഉത്തമമാണ്. അപ്രദക്ഷിണമായിട്ടാണ് കറങ്ങുന്നതെങ്കിൽ അത് അശുഭമാണ്, അല്ലെങ്കിൽ അധമമാണ്. അപ്പൊ അത് ക്ലിയർ. അതുപോലെ തന്നെ വേറൊന്നുള്ളത്, ഈ പൂവ് പിന്നെ ഏതെങ്കിലും മൂലയിൽ എവിടെങ്കിലും ഒക്കെ വന്ന് അവസാനം നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൂടുതൽ പൂവും മൂലകളിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അത് നല്ലതല്ല, വശങ്ങളിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നല്ലതാണ്. അപ്പൊ അത് നമ്മൾ ഈ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പൂ ഇങ്ങനെ കറങ്ങി ഏതെങ്കിലും ഒരു വശത്തോ മൂലയിലോ വന്ന് അടിയും. അവിടെ കറങ്ങാതെ അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ എവിടെയാണെന്ന് നോക്കണം. മൂലകളിലാണ് കൂടുതലെങ്കിൽ നല്ലതല്ല, വശങ്ങളിലാണ് കൂടുതൽ വന്ന് അടിയുന്നതെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെന്നുള്ളത്, ഈ പൂവങ്ങ് താന്നു പോയാലും നല്ലതല്ല. ഇങ്ങനെ ഇടുന്ന പൂക്കളെ കുറച്ച് വെള്ളത്തിലൊക്കെ താന്നു പോയി കിട്ടും, അത് നല്ലതല്ല. അപ്പൊ അതൊക്കെ പുസ്തകത്തിലുണ്ട്. ഇതെല്ലാം ഒന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. എഴുതിയെടുക്കേണ്ട കാര്യം പറയുമ്പോൾ ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇതിപ്പോ ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ, അതിന്റെ കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് പുസ്തകത്തിലുണ്ട്. അതുപോലെ പിന്നെ കുഴിയിൽ നിന്ന് എടുത്ത മണ്ണ് തിരിച്ച് കുഴിയിലിടുക, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു ടാർപ്പാളിനോ എന്തെങ്കിലും അതുപോലത്തെ ഷീറ്റ് എന്തെങ്കിലും സൈഡിൽ വെച്ചിട്ട് ഈ 72 സെന്റിമീറ്റർ നീളം, 72 സെന്റിമീറ്റർ വീതി, 72 സെന്റിമീറ്റർ ഉള്ളൊരു കുഴി എടുത്ത് ആ കുഴിയിൽ നിന്ന് എടുക്കുന്ന മണ്ണ് ഈ ടാർപ്പാളിന് ഇടണം. കാരണം വെറുതെ മണ്ണിന്റെ പുറത്തിട്ടാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാവില്ല. അപ്പൊ അതുകൊണ്ട് വല്ല ടാർപ്പാളിനോ വല്ലതും വെച്ചിട്ട് അതിന്റെ പുറത്തിടുക. അപ്പൊ ആ കുഴി കുഴിച്ചതിന് ശേഷം ഈ മണ്ണ് തിരിച്ചെടുത്ത് കുഴിയിലിടണം. അപ്പൊ ടാർപ്പാളിന്റെ മുകളിലാകുമ്പോൾ കറക്റ്റായിട്ട് വേറെ മണ്ണുമായിട്ട് കുഴയില്ല. അപ്പൊ ആ മണ്ണ് തന്നെ എടുത്ത് തിരിച്ച് കുഴിക്കകത്തിടണം. കംപ്ലീറ്റ് മണ്ണ് കുഴിക്കകത്തിട്ട് കഴിയുമ്പോൾ മണ്ണ് അധികം വന്നാൽ ആ ഭൂമി ഉത്തമമാണ്, കറക്റ്റ് ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മധ്യമമാണ്. പക്ഷെ ഈ മണ്ണ് മുഴുവൻ തിരിച്ചിട്ടിട്ടും പിന്നെ കുഴി ബാക്കിയുണ്ട് എങ്കിൽ അത് അധമമാണ്. അതാണ് 4ാമത്തെ പരീക്ഷണം. ഇനി 5ാമത്തെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇടങ്ങഴി മണ്ണ്. ഇപ്പൊ ഇടങ്ങഴി ഒന്നും അങ്ങനെ ഇല്ല, നമുക്കറിയാം. 4 നാഴിയാണ് ഒരു ഇടങ്ങഴി, 10 ഇടങ്ങഴിയാണ് ഒരു പറ. പണ്ടത്തെ അളവാണ്. ഇപ്പൊ അങ്ങനെ ഇടങ്ങഴി ഇല്ല. പക്ഷെ അങ്ങനെ ഇടങ്ങഴി അല്ലെങ്കിൽ നാഴി, കറക്റ്റ് നാഴിയാണ്. ഇപ്പൊ പലയിടത്തും നാഴി നിന്ന് വാങ്ങിക്കുന്നിടത്ത് കറക്റ്റ് നാഴിയൊന്നും ആയിരിക്കില്ല. അങ്ങനെ 4 നാഴിയാകുമ്പോൾ ഒരു ഇടങ്ങഴിയാവും. അപ്പൊ 4 ഇടങ്ങഴി കഴിഞ്ഞാൽ 4 16 നാഴിയാവും. അത്രയും മണ്ണ് അളന്നു നോക്കിയാൽ 4.54 കിലോഗ്രാം ഭാരം ഉണ്ടെങ്കിൽ ആ മണ്ണ് നല്ല ഉത്തമമാണ്. അതുപോലെ 6ാമത്തത് പിന്നെ ഭൂമി കലപ്പ കൊണ്ട് ഉഴുതിട്ട് വിവിധ തരം ബീജങ്ങൾ, വിത്തുകൾ ഇടുക. ഈ വിത്തുകൾ 3 ദിവസം കൊണ്ട് അതിന്റെ പിന്നെ ഇത് വന്നു തുടങ്ങി അതായത് കാണാൻ തുടങ്ങി 3 ദിവസം കൊണ്ട് അത് കിളുത്തു തുടങ്ങിയാൽ അത് ഉത്തമ ഭൂമിയാണ്. 5 ദിവസം എടുത്തിട്ട് വിത്ത് മുളയ്ക്കാൻ തുടങ്ങി അത് മധ്യമ ഭൂമിയാണ്. 7 ദിവസം കഴിഞ്ഞിട്ട് വിത്ത് മുളയ്ക്കുന്നുണ്ടെങ്കിൽ അധമമാണ്. അപ്പം 3 ദിവസം കൊണ്ട് മുളയ്ക്കുന്നത് ഉത്തമം, 5 ദിവസം കൊണ്ട് മുളയ്ക്കുന്നത് മധ്യമം, 7 ദിവസം കൊണ്ട് മുളയ്ക്കുന്നത് അധമം. ഇതൊന്നും നിങ്ങൾ എഴുതിയെടുക്കേണ്ട, പുസ്തകത്തിലുണ്ട്. അപ്പൊ ഇത് 6ഉമാണ് ഭൂപരീക്ഷണം. ഇപ്പൊ ഭൂപരീക്ഷണം എന്തെല്ലാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഈ എഴുതിയേക്കുന്ന പോലെ എഴുതിയാൽ പോരാ, വിവരിച്ച് നമ്മൾ പറഞ്ഞ പോലെ വിവരിച്ച് എഴുതണം. ഇപ്പൊ നമ്മുടെ ഭൂപരീക്ഷണം കഴിഞ്ഞു. ഇനി അടുത്തത് ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ജലലഭ്യതയാണ് അതിന് പ്രധാനമായിട്ട് നോക്കുന്നത്. ജാങ്കലം, അനൂപം, സാധാരണം എന്ന് 3 തരത്തിൽ ഭൂമിയെ തിരിച്ചിട്ടുണ്ട്. ജാങ്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ജലലഭ്യത ഇല്ലാത്ത മരുഭൂമി പോലത്തെ ഭൂമിയാണ്. അവിടെ വൃക്ഷങ്ങളൊന്നും വളരില്ല, ചെടികളൊന്നും വളരില്ല, ജലലഭ്യത വളരെ കുറവായിരിക്കും. അങ്ങനെ ജാങ്കലം. അത് മരുപ്രദേശം, മരുഭൂമിയിൽ വെള്ളം കാണില്ല, ചെടികളൊക്കെ വളരില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രദേശമാണ് ജാങ്കലം എന്ന് പറയുന്നത്. അനൂപം എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം. നല്ല ജലലഭ്യതയുണ്ട്, നല്ല ഫലഭൂയിഷ്ടമായ ഭൂമിയാണ്, ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നല്ലപോലെ വളരുന്ന ഭൂമിയാണ് അനൂപം.
ജലലഭ്യതയുള്ള നല്ല കാലാവസ്ഥയുള്ള ഫലവൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലമാണ് അനൂപം. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് പൂർണ്ണമായും മരുപ്രദേശമല്ല, പൂർണ്ണമായും നല്ല ഇതല്ല, ഒരു അങ്ങനെയുള്ളത് മധ്യമമാണ്. അതിനാണ് സാധാരണം എന്ന് പറയുന്നത്. സാധാരണം അതായത് ജാങ്കലം, അനൂപം, സാധാരണം. അതായത് ജാങ്കലവും അനൂപവും കൂടി ഇടകലർന്ന ഭൂമിയാണ് സാധാരണം. ഇങ്ങനെ 3 തരത്തിൽ ഭൂമിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ചിലപ്പം ഒന്നുകിൽ നല്ല ഫലഭൂയിഷ്ഠതയുള്ള ജലലഭ്യതയുള്ള ഭൂമിക്ക് എന്ത് പേര് പറയുന്നു എന്ന് ചോദിച്ചാൽ ഉടനെ നമുക്കറിയാം അനൂപം. അതൊക്കെ പരീക്ഷകനെ ഒറ്റ വാക്കിൽ ഉത്തരവേദനയൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ഈ ഭൂമിയുടെ വിവിധ തരം ഭൂമിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. 5 മാർക്കിന്റെ ചോദ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റൻ ആൻസർ ആയിട്ട് വരാം. അതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ വരാം പരീക്ഷയ്ക്കൊക്കെ. അപ്പൊ ഇതൊക്കെ പുസ്തകത്തിലുണ്ട്, ഇതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അലിഖിത നിയമങ്ങൾ, അതായത് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ലാത്ത ആണ്, ലിഖിതമില്ലാത്ത ചില നിയമങ്ങളാണ്. ആ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് സാധാരണ വാസ്തുവൊക്കെ കൺസൾട്ടേഷനൊക്കെ നിങ്ങൾ ഇപ്പം ഈ ഡിപ്ലോമ കോഴ്സ്, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സും കൂടെ നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൺസൾട്ടേഷന് പോകാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സിലബസ് വെച്ചേക്കുന്നത്. അതായത് ബേസിക് കോഴ്സ്, ഈ ഡിപ്ലോമ കോഴ്സും ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള ആ ഒരു അറിവും ആ ഒരു കോൺഫിഡൻസും കിട്ടത്തക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലെ ഈ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു നമ്മളെ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചു പോയി ഇവിടെ വീട് വെക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ ഒരു സ്ഥലം കാണിച്ചിട്ട് ആ സ്ഥലത്ത് വീട് വെക്കാൻ ഒക്കുമോ എന്നൊക്കെ ആൾക്കാർ നമ്മളെ വിളിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മളെ വിളിച്ചോണ്ട് പോയി അവിടെ വീട് വെക്കണം, വീട് വെക്കാൻ നല്ല സ്ഥലമാണോ നോക്കണം. നമ്മളത് നോക്കിയിട്ട് അതിന്റെ കൊള്ളാമെന്നോ മോശമാണെന്നോ നമ്മൾ അതിനെ പറയും. പക്ഷെ അങ്ങനെ നമ്മൾ അതിന്റെ റിസൾട്ട് പറയുമ്പോൾ അതായത് ഇപ്പം വാങ്ങിക്കുന്ന ആളായിരിക്കും നമ്മളെ വിളിച്ചോണ്ട് പോകുന്നത്, ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുകയാണ്, വീട് വെക്കാനാണ്, കൊള്ളാമോ. അപ്പൊ നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കില്ല, അതിനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് കൊടുക്കുന്ന ആളും അതുപോലെ ബ്രോക്കറും ഒന്നും അവിടെ ഉള്ള സമയത്ത് നമ്മൾ അവരോട് ചിലപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഇറങ്ങി പോകാൻ പറയാൻ ഒക്കില്ല. പക്ഷെ നമ്മൾ അവരുണ്ടെങ്കിൽ നോക്കിയിട്ട് അവരുടെ പ്രസൻസിൽ നമ്മൾ അതിന്റെ റിസൾട്ട് പറയാൻ പാടില്ല. അതായത് ഈ ഇപ്പം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോയ ആളോട് ഇത് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് മോശമാണ്, ഇതൊക്കെ പറയാം. നമ്മൾ ഇവിടെ മറന്നു പോകുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇവരെ മാത്രമുള്ള അപ്പൊ അല്ലെങ്കിൽ നോക്കി ആവശ്യം കണ്ടു കഴിഞ്ഞാൽ പോകുമ്പോൾ മറ്റവരുടെ പ്രസൻസിൽ ഇതിനെപ്പറ്റി പറയാൻ പാടില്ല. അവരില്ലാത്തപ്പോഴേ ഈ കാര്യങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിലും അല്ല വാക്കാൽ നമ്മൾ പറയുകയാണെങ്കിലും ഒക്കെ അവരുടെ പ്രസൻസിൽ പറയാൻ പാടില്ല. അത് അലിഖിത നിയമങ്ങൾ 1. അത് വേറൊന്നാണ്, ന്യായമായി ആർജിച്ച ഭൂമിയിലെ ഭവനം നിർമ്മിക്കാവൂ. അതായത് ഇപ്പൊ അന്യായമായിട്ട് ചില ഭൂമി നമുക്ക് അർഹമായിട്ടുള്ള ഭൂമി അല്ലാതെ അർഹതയില്ലാത്ത ഭൂമിയൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പല്ലുണ്ട്, അവർക്ക് കിട്ടേണ്ട അല്ല ഏതെങ്കിലും ഒക്കെ കള്ളത്തരത്തിലോ ഒക്കെ അവർക്ക് അർഹതയില്ലാത്ത ഭൂമി കൈവശം വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ കൈവശം വെച്ച് അന്യായമായി ആർജിച്ച ഭൂമിയിൽ നമ്മൾ ഭവനം നിർമ്മിച്ചാൽ 100% വാസ്തു നിയമങ്ങൾ അനുസരിച്ച് നിർമ്മിച്ചാലും അവിടെ താമസിക്കുന്നവർക്ക് ദോഷഫലം, അവിടെ പ്രത്യേകിച്ച് വീട്ടുടമസ്ഥന് ദോഷഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ന്യായമായി ആർജിച്ച ഭൂമിയിലെ ഭവനം നിർമ്മിക്കാവൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞതായിരിക്കും, അതായത് ഭൂമി നോക്കുമ്പോൾ ഭൂമിയുടെ ഗുണദോഷങ്ങൾ നോക്കുമ്പം കൊടുക്കുന്നയാളും ബ്രോക്കർമാരും നമ്മുടെ സമീപത്ത് ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഉണ്ടാകരുതെന്ന് പറയാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. അവരുണ്ടെങ്കിൽ അവരുള്ളപ്പോൾ നമ്മൾ അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലം പറയരുത്. അത് രണ്ടുമാണ് അലിഖിത നിയമങ്ങൾ. അപ്പൊ ഒരു ഭൂമിക്ക് ഏറ്റവും ഉത്തമമായ ആകൃതി, ഭൂമി ഒരു വീട് വെക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ വീട് വെക്കാനുള്ള പ്ലോട്ട്, അല്ലെങ്കിൽ വസ്തു, അല്ലെങ്കിൽ വാസ്തു മണ്ഡലം, എന്താ വാസ്തുമണ്ഡലം വരും, അതിന് സമചതുരമാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ഉത്തമമായ ആകൃതി സമചതുരമാണ്. ദീർഘചതുരമാണെങ്കിൽ തെക്ക് വടക്ക് നീളം കൂടിയിരിക്കണം. ദണ്ഡാകൃതി പാടില്ല. തെക്ക് വടക്ക് നീളം കൂടിയിരുന്നാലും ശരി, ഇരട്ടിയോ അതിൽ കൂടുതലാണെങ്കിൽ അത് ദോഷമാണ്. വീതിയുടെ ഇരട്ടിയോ അതിൽ കൂടുതലോ നീളമാണെങ്കിൽ ദോഷമാണ്. അതാണ് ദണ്ഡാകൃതി. ഇനി നമുക്ക് ഇതൊരു ചെറിയ എക്സാമ്പിൾ ഒരു പുസ്തകത്തിലേക്ക് ഇങ്ങനെ ഉണ്ടോണ്ട് ഞാൻ വെറുതെ പറഞ്ഞ ഇതേ ഉള്ളൂ. അമേരിക്കയിലെ പെന്റഗൺ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ അതിന്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പിലാണ്.
ആ ട്രയാങ്കുലർ ഷേപ്പിലുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ അമേരിക്കയിലെ പെൻഡുകളിൽ പോയത്. പുസ്തകങ്ങൾ സാധാരണ പല വാസ്തു പുസ്തകങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. വക്രബുദ്ധിയും അതിൽ ഹൃദയകാഠിന്യം, മറ്റുള്ളവരുടെ ഇതുകൊണ്ട് അറിയാത്ത, അത് വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക, ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നത് ഈ പെൻറ്റഗൺ, ഈ ത്രികോണാകൃതിയിലുള്ള ഭൂമിയിൽ അവിടെ പെൻറ്റഗണിലാണ് മെയിൻ ഓഫീസുകളൊക്കെ. അപ്പോൾ അവിടെ പിന്നെ അവരുടെ കാര്യാലയങ്ങളൊക്കെ തുടങ്ങിയത് പിന്നെയാണ് ഇങ്ങനെയുള്ള ഈ വക്രബുദ്ധി, ഹൃദയകാഠിന്യം, വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന ആ ദോഷങ്ങളൊക്കെ വന്നതെന്നാണ് പൊതുവെ വാസ്തുശാസ്ത്രമുള്ള പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഈ അടുത്തത് ഗോമുഖി, വ്യാഘ്രമുഖി എന്ന് 2 തരം ഭൂമിയുണ്ട്. അതായത് മുൻവശം അളവ് കുറഞ്ഞും പുറവശത്ത് വീതി കൂടിയും വരുന്നതാണ് ഗോമുഖി. അത് മുൻവശം വീതി കൂടിയും പുറവശം വീതി കുറഞ്ഞും വരുന്നതാണ് വ്യാഘ്രമുഖി. അത് രണ്ടും നേരെ ഓപ്പോസിറ്റാണ്. അത് പ്രത്യേകിച്ചും ഈ ഗോമുഖി എന്ന് പറഞ്ഞ, അതായത് വീടിന്റെ മുൻവശം വീതി കുറഞ്ഞ് പുറകോട്ട് വീതി കൂടി വരുന്ന, ഇതും ഭൂമിയാണ്, വീടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഭൂമിയാണ്. വീടിനും ഇത് എഫക്റ്റീവ് ആണ് വേണമെങ്കിൽ, പക്ഷെ മെയിനായിട്ട് ഇത് പ്ലോട്ടുമായിട്ട് അല്ലെങ്കിൽ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭൂമിയുടെ മുൻവശം വീതി കുറഞ്ഞ് പുറവശത്തോട്ട് വീതി കൂടിയ ഭൂമി. അങ്ങനത്തെ ഭൂമിയിൽ പടിഞ്ഞാറ് വശത്തോ തെക്ക് വശത്തോ വഴിയുണ്ടെങ്കിൽ, റോഡ് പടിഞ്ഞാറ് വശത്തോ തെക്ക് വശത്തോ ആണെങ്കിൽ ഈ ഗോമുഖിയുടെ ശക്തി കൂടും, അല്ലെങ്കിൽ അതിന്റെ ഗുണം കൂടും. കിഴക്ക് വശത്തോ അല്ലെങ്കിൽ വടക്ക് വശത്തോ ഒക്കെയാണ് വഴിയെങ്കിൽ ഗുണമാണ്, നല്ലതാണ്, പക്ഷെ അതിന്റെ ഗുണം വർദ്ധിക്കില്ല. അതേസമയം ഗോമുഖിയായിട്ടിരിക്കുകയും, അതായത് മുൻവശം വീതി കുറഞ്ഞും പുറവശം വീതി കൂടി ഇരിക്കുന്നതോടൊപ്പം തന്നെ പടിഞ്ഞാറ് വശവും തെക്ക് വശവും വഴിയും കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി പടിഞ്ഞാറ് വശത്ത് മാത്രമോ അല്ലെങ്കിൽ തെക്ക് വശത്ത് മാത്രമോ വഴിയായാലും നല്ലതാണ്. ഏറ്റവും ഗുണം കൂടിയത് പടിഞ്ഞാറും തെക്കും വഴി വരിക. ഇവിടെ നോക്കാം, ഒരു സാമ്പിൾ നോക്കാം. ഇപ്പൊ ഒരു ഭൂമിയാണ്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, ഇത് വഴിയാണെന്നിരിക്കട്ടെ, ഇങ്ങനെ റോഡാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, ഈ ഭൂമിയുടെ തെക്ക് വശവും പടിഞ്ഞാറ് വശവും റോഡുണ്ട്. അതുപോലെ ഇപ്പൊ തെക്കോട്ട് ഫേസ് ചെയ്യുന്ന ഭൂമിയായിട്ട് ആ റോഡിലോട്ട് ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മുൻവശം വീതി കുറഞ്ഞും പുറവശം വീതി കൂടിയാണ്. അപ്പൊ അത് ഗോമുഖിയാണ്. അപ്പൊ ഇത് പിന്നെ റോഡ് തെക്ക് വശത്തും പടിഞ്ഞാറ് വശവും ഇത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള ഭൂമി തെക്ക് വശവും തെക്ക് വശം വീതി കുറഞ്ഞാലും മുൻവശം വീതി കുറഞ്ഞും പുറവശം വീതി കൂടി, തെക്ക് വശം എന്നുള്ളതല്ല, മുൻവശം വീതി കുറഞ്ഞും വടക്കുവശം വീതി കൂടിയിരിക്കുന്ന ഭൂമി, ആ ഭൂമിയുടെ തെക്ക് വശത്തും പടിഞ്ഞാറ് വശവും റോഡും ഉണ്ടെങ്കിൽ ഇത് വളരെ ഗുണകരമായ ഭൂമിയാണ്, നല്ലതാണ്. ഇനി അത് അടുത്ത് വേറെ നോക്കാം. വ്യാഘ്രമുഖി നേരെ ഓപ്പോസിറ്റാണ്, ദോഷമാണ്. ഇവിടെ ഇപ്പൊ തെക്കോട്ട് നോക്കിയ ഭൂമി മുൻവശം വീതി കൂടുതലും പുറവശം വീതി കുറവാണ്. ഇവിടെയും തെക്കുവശവും പടിഞ്ഞാറ് വശവും റോഡുണ്ട്. അപ്പൊ വ്യാഘ്രമുഖി ദോഷമാണ്. കാരണം മുൻവശം വീതി കൂടിയും പുറവശം വീതി കുറഞ്ഞുള്ള ഭൂമി ദോഷമാണ്. ആ ദോഷത്തിന്റെ ശക്തി കൂടും തെക്കും പടിഞ്ഞാറ് റോഡ് വന്നാൽ. ഇവിടെ തെക്ക് പടിഞ്ഞാറ് റോഡ് ഇല്ലാതിരിക്കുന്നതല്ല, കാരണം വ്യാഘ്രമുഖിയുടെ ദോഷം ഉണ്ടാവും, പക്ഷെ അതിന്റെ ശക്തി കൂടില്ല. അപ്പൊ തെക്കും പടിഞ്ഞാറും റോഡ് വന്നാൽ വ്യാഘ്രമുഖിയുടെ ദോഷം കൂടുകയും ഗോമുഖിയുടെ ഗുണം കൂടുകയും ചെയ്യും. അപ്പൊ അത് ക്ലിയർ ആയി കാണിച്ചിരിക്കുന്നു. ഗോമുഖിയുടെ ഗുണം ഇത് വേണമെങ്കിൽ നിങ്ങൾ വരച്ചെടുത്തോളൂ. ഇത് ഇത്ര ക്ലിയർ ആയിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ഇതൊന്ന് വരച്ചെടുത്തോളൂ. ഇത് ടിക്ക് ചെയ്തേക്കുന്ന നല്ലതാണ്, ആ ചുവന്ന ഇത് വന്നിരിക്കുന്നത് ദോഷമാണ്. വരച്ചു കഴിഞ്ഞിട്ട് പറയണം, എഴുതി കഴിഞ്ഞിട്ട് പറയണം. ആര് എഴുതി തീർന്നാലും പറയുക, അൺമ്യൂട്ട് ചെയ്ത് പറയുക. എഴുതി തീർന്ന്. ആരെങ്കിലും എഴുതി തീരാത്തവരുണ്ടോ? ഇല്ല സർ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിരിക്കുന്നു. ഗോമുഖി, വ്യാഘ്രമുഖി. ഗോമുഖി നല്ലതാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ ജസ്റ്റ് എഴുതിക്കൊള്ളൂ. തെക്ക് വശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാൽ ഗോമുഖിയുടെ ഗുണം കൂടുകയും, എഴുതിക്കൊള്ളൂ, തെക്ക് വശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാൽ
ഗോമുഖിയുടെ ഗുണം കൂടുകയും തെക്കുവശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാൽ ഗോമുഖിയുടെ ഗുണം കൂടുകയും തെക്കുവശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാൽ അടുത്ത സെന്റൻസ് അല്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കോമ ഇട്ടിട്ട് തെക്കുവശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാൽ വ്യാഘ്രമുഖിയുടെ ദോഷം കൂടുകയും ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് പറയാ, ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. തെക്കുവശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാൽ ഗോമുഖിയുടെ ഗുണം വർദ്ധിക്കുകയും അതുപോലെ തെക്കുവശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാൽ വ്യാഘ്രമുഖിയുടെ ദോഷം വർദ്ധിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കൂടുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത് ഒരു വശമാണ്. പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല, എഴുതാമെങ്കിൽ എഴുതുകയും ചെയ്യാം. അതായത് തെക്കുവശമോ പടിഞ്ഞാറ് വശമോ മാത്രമേ റോഡുള്ളെങ്കിലും ഗോമുഖിയുടെ ഗുണം കൂടും. പക്ഷെ അതുപോലെ തെക്കുവശത്തോ പടിഞ്ഞാറ് വശമോ മാത്രമേ റോഡുള്ളെങ്കിൽ വ്യാഘ്രമുഖിയുടെ ദോഷം കൂടുകയും ചെയ്യും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് തെക്കും പടിഞ്ഞാറ് റോഡുള്ളവരാണ്. ഒരു വ്യാഘ്രമുഖിക്ക് ഏറ്റവും കൂടുതൽ ദോഷം വരുന്നത് തെക്കും പടിഞ്ഞാറ് റോഡുണ്ടെങ്കിലാണ്. വടക്കോ കിഴക്കോ ഉള്ള റോഡിനെ എഫക്ട് ചെയ്യില്ല കാര്യമായിട്ട്. പക്ഷെ ബിസിനസ്സിന് ചെറിയ ഇതുണ്ട്, അതിലേക്ക് വരാം നമുക്ക്. ഇത് കംപ്ലീറ്റ് ആയെങ്കിൽ പറയുക. എഴുതി കഴിഞ്ഞല്ലോ, മാറ്റാമല്ലോ. ഓക്കെ. ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് 2 ലൈൻ കഴിയുന്ന വഴിയാണ്, റോഡാണ്. ഇപ്പൊ ഇവിടെ ഇതൊരു പിന്നെ ആ റോഡിലോട്ടിരിക്കുന്ന ഭാഗം മുൻവശമാണെന്നിരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഇപ്പം മറ്റേതുപോലെ ഇവിടെയും മുൻവശം വീതി കുറവും പുറവശം വീതി കൂടുതലാണ്. എങ്ങനെ വന്നാലും മതി, ഇങ്ങനെ ആയാലും മതി. മുൻവശം വീതി കുറവും പുറവശം വീതി കൂടുതലുമാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ പിന്നെ ഇത് ഗോമുഖിയാണ്. കാരണം എവിടെയായാലും മുൻവശം വീതി കുറഞ്ഞും പുറവശം വീതി കൂടിയും വരുന്ന ഗോമുഖിയാണ്. അത് വടക്ക് കിഴക്ക്. ഇവിടെ കിഴക്ക് എന്നുള്ള ഇപ്പത്തൊട്ട് സാധാരണ നമ്മൾ മുകളിൽ വശമാണ് കിഴക്ക് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ച് ക്ലിയർ ആകാൻ വേണ്ടി ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പടിഞ്ഞാറ് വശത്ത് മാത്രമാണ് റോഡ്. പടിഞ്ഞാറ് വശം മാത്രം റോഡ് എന്നാലും ഗോമുഖിക്ക് നല്ലതാണ്. മുൻവശം വീതി കുറഞ്ഞ് പുറവശം വീതി കൂടി ഗോമുഖിയാണ്. പടിഞ്ഞാറ് വശത്ത് മാത്രമോ അല്ലെങ്കിൽ തെക്ക് വശത്ത് മാത്രമോ റോഡ് വന്നാലും നല്ലതാണ്. പക്ഷെ പടിഞ്ഞാറും തെക്കും റോഡ് വന്നാൽ കൂടുതൽ നല്ലതാണ്. അത്രേ ഉള്ളൂ. ഇത് നല്ലതാണ്. തെക്ക് വശം മാത്രം റോഡ് വന്നാലും നല്ലതാണ്. തെക്കും പടിഞ്ഞാറും 2 വശവും റോഡ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു. ഇത് കൂടെ ഒന്ന് വരയ്ക്കാമെങ്കിൽ ഇത് വേണമെങ്കിൽ വീതി കുറഞ്ഞ ഭാഗത്ത് ഫ്രണ്ട് എന്നും വീതി കൂടിയ ഭാഗത്ത് ബാക്ക് എന്നും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. എഴുതി കാണുന്ന വിചാരിക്കുന്നു. മാറ്റാമല്ലോ. ആരെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പറഞ്ഞു. എഴുതി കഴിഞ്ഞു. ഓക്കെ. ഇവിടെ നോക്കുക, കിഴക്ക് വശത്താണ് റോഡ്. പക്ഷെ ഇത് വ്യാഘ്രമുഖിയാണ്. കാരണം റോഡ് സൈഡ് മുൻവശമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ മുൻവശം വീതി കൂടുതലും പുറവശം വീതി കുറവാണ്. ഇത് വ്യാഘ്രമുഖിയാണ്. കിഴക്ക് വശത്ത് റോഡ് സാധാരണ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വ്യാഘ്രമുഖിയുടെയോ അല്ലെങ്കിൽ ഗോമുഖിയുടെയോ ശക്തിക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാകില്ല. കിഴക്ക് വശത്തോ വടക്ക് വശത്തോ റോഡ് വന്നാൽ. തെക്ക് വശവും പടിഞ്ഞാറ് വശവും റോഡ് വന്നാലാണ് അതിന്റെ ഗുണം ഗോമുഖിക്ക് കൂടുകയും വ്യാഘ്രമുഖിക്ക് കുറയുകയും ചെയ്യുന്നത്. ഇവിടെ കിഴക്ക് വശത്താണ് റോഡ്. പക്ഷെ ബിസിനസ്സിന് ഈ ഒരു ഇത് നല്ലതാണ്. അതായത് വ്യാഘ്രമുഖിയാണെങ്കിൽ തന്നെയും കിഴക്ക് വശത്ത് റോഡ് ഉണ്ടെങ്കിൽ, ഇത് വ്യാഘ്രമുഖിയാണ്, കിഴക്ക് വശത്ത് റോഡ് വന്നു കഴിഞ്ഞാൽ ബിസിനസ് നല്ലതാണ്. ഫോർ ബിസിനസ് ടിക്ക് ചെയ്യുക നല്ലതാണ്. അല്ലാതെ ഒരിടത്തും ഈ പിന്നെ വ്യാഘ്രമുഖി നല്ലതായിട്ട് പറയുന്നില്ല. വ്യാഘ്രമുഖി ആവുകയും കിഴക്ക് വശത്ത് റോഡ് ഉണ്ടെങ്കിൽ ചെന്നാൽ വീടുകൾക്ക് നല്ലതല്ല, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നല്ലതാണ്. ഇത് കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ.
വരച്ചോളൂ. ഇങ്ങനെ വരാമെന്ന് കാണിക്കാനേ ഉള്ളൂ. രണ്ടും വ്യാഘ്രമുഖിയാണ്. മുൻവശം വീതി കൂടിയും പുറവശം വീതി കുറഞ്ഞു. ഇത് രണ്ടും ബിസിനസ് നല്ലതാണ്. കിഴക്ക് വശത്താണ് റോഡ്. വ്യാഘ്രമുഖിയുടെ കിഴക്ക് വശത്ത് റോഡ് വന്നാൽ പൊതുവെ നല്ലതല്ല, പക്ഷെ ബിസിനസ്സിന് നല്ലതാണ്. കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. ഇനി വടക്കും കിഴക്കും കെട്ടി ഉയർത്തിയ ഭൂമി അശുഭമാണ്. അപ്പൊ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിന്റെ വടക്ക് വശത്ത് നല്ല പൊക്കത്തുള്ള ഒരു മതില്, ചിലപ്പോൾ അപ്പുറത്ത് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അവിടുത്തെ ചെത്തിയൊക്കെ എടുത്തിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ അപ്പോൾ അവിടെ വലിയ പൊക്കത്തിലായിരിക്കും വടക്ക് വശം. അതുപോലെ കിഴക്ക് വശവും വരാം. അങ്ങനെ വലിയ പൊക്കത്തിലാണ് വടക്ക് വശവും കിഴക്ക് വശവും ഉണ്ടെങ്കിൽ അത് ആ ഭൂമി നല്ലതല്ല. അത് കെട്ടി ഉയർത്തിയതോ സ്വാഭാവികമായിട്ട് കട്ട് ചെയ്ത് മാറ്റി അങ്ങനെയൊക്കെ വരാം. ഉള്ള പൊങ്ങിയ ഭാഗമാണ് വടക്കും കിഴക്കും പൊങ്ങിയിരിക്കുകയാണെങ്കിൽ നല്ലതല്ല നമ്മുടെ പ്ലോട്ടിന്റെ. അതും ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. തെക്ക് വശത്തു കൂടി നദി ഒഴുകുന്ന സ്ഥലം അശുഭമാണ്. വടക്ക് വശത്തുകൂടി നദി ഒഴുകുന്നത് നല്ലതാണ്, പക്ഷെ തെക്ക് വശത്തുകൂടിയാണ് നദി ഒഴുകുന്നതെങ്കിൽ അത് നല്ലതല്ല. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട്. ഇനി ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതും പുസ്തകത്തിലുള്ളതാണ്. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഷഡ്ഭുജം, 6 വശങ്ങളുള്ള ഭൂമി പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല. അത് നല്ലതല്ല. ഇൻഡു അതുപോലെ അഷ്ടഭുജം, 8 വശങ്ങളുള്ളത്, അത് നല്ലതല്ല. ശരിക്കും 4 വശമേ പാടുള്ളൂ. ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ട് ഇതെല്ലാം. ഇതിപ്പോ അഷ്ടഭുജം ആണ്. ഇപ്പൊ ഇത് കാണിച്ചത് അഷ്ടഭുജമാണ്. അങ്ങനെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആവശ്യമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ, സ്ഥലമില്ലെങ്കിൽ ഒക്കില്ല, ആവശ്യമായ സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ 2 മതിൽ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഏതാണ്ട് റെക്ടാങ്കുലർ ഷേപ്പ് ആകും നടുക്കുള്ള ഭാഗം ഇത് ആണെങ്കിൽ. അപ്പൊ ആ റെക്ടാങ്കുലർ ഭാഗത്ത് പിന്നെ നമുക്ക് അവിടെ വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പദവിന്യാസം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പദവിന്യാസമൊക്കെ വാസ്തുമണ്ഡലത്തിന്റെ കണ്ട് പദവിന്യാസമൊക്കെ ചെയ്ത് നമുക്ക് അതിന്റെ വീടിന് സ്ഥലം കാണാം. ഇപ്പൊ ഇത് ഒരു വികൃതമായ രൂപമാണ്, ഒരു നല്ല ആകൃതിയല്ല. ഒരു ഏതാണ്ടൊരു റെക്ടാങ്കിൾ പോലെ 4 വശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വശം പോലും സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളഞ്ഞ് അങ്ങനെയുള്ളതൊന്നും നല്ലതല്ല. അതായത് ക്രമരഹിതമായ ചതുർഭുജം എന്നാണ് പറയുന്നത്. അത് നല്ലതല്ല. ഇത് കറക്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് അകത്തൊരു റെക്ടാങ്കിൾ പോലെ എടുക്കാൻ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ക്രമരഹിതമായ ആകൃതി ദോഷം ഇല്ലാതാവും കറക്റ്റ് റെക്ടാങ്കിൾ എടുത്താൽ. പോയോ? ഒരു ശബ്ദം കേട്ടു. ഹലോ, കേൾക്കാമോ? ഹലോ. ഹലോ. ഒരു കിടക്കുന്ന ഒരു ശബ്ദം കേട്ടു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ശബ്ദം കേട്ടപ്പോൾ പിന്നെ പോയി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇവിടെ വടക്ക് കിഴക്ക് ഭാഗം പ്രൊജക്ട് ചെയ്ത് നിൽക്കുക. നോക്കിയാൽ ഒരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിന്റെ വടക്ക് കിഴക്ക് ഭാഗം വെളിയിലോട്ട് തള്ളിയിരിക്കുന്നു. അത് ഇങ്ങനെയും വരാം. ഈ പ്ലോട്ടിന്റെയും വടക്ക് കിഴക്ക് ഭാഗം വെളിയിലോട്ട് തള്ളിയിരിക്കുകയാണ്. അതിങ്ങനെ 2 വിധത്തിലും ഇങ്ങനെയൊക്കെയുള്ള പ്ലോട്ട്, അതായത് പ്രൊജക്ഷൻ പൊതുവെ പ്ലോട്ടിനായാലും വീടിനായാലും പ്രൊജക്ഷൻ നല്ലതല്ല. പക്ഷെ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രൊജക്ഷൻ വരുന്നത് നല്ലതാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അധികം നല്ലതായിട്ട് എടുത്തില്ലെങ്കിൽ ദോഷമില്ല. മറ്റുള്ള ഭാഗത്ത് പ്രൊജക്ഷൻ വരുന്നത് പോലെ ദോഷമില്ല വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ.
അത് വടക്ക് കിഴക്ക് തള്ളിയ ഭൂമി, അത് പ്രൊജക്ഷനുള്ള ഭൂമി. അത് ഓക്കെയാണ്, നല്ലതാണ്. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചോളൂ. ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. അടുത്തെടുക്കുകയാണ്. ത്രികോണാകൃതിയിലുള്ള ഭൂമി സർക്കാരുമായി കേസ് നടത്തേണ്ടി വരും. എല്ലാ തീരുമാനങ്ങളും തടസ്സപ്പെട്ട് ദുഃഖിക്കേണ്ടി വരും. ഈ ത്രികോണാകൃതി ഒരിക്കലും നല്ലതല്ല, പല പല ദോഷങ്ങളും ഉള്ളതാണ്. ഇതിന് നമുക്ക് ഭദ്രാസന രൂപം എന്ന് പറയും. ഈ ഒരു ഷേപ്പ്, ഈ ഭദ്രാസന രൂപത്തിൽ നമുക്കത് മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പ്ലോട്ടിലെ ഷേപ്പ് ഈ ഷേപ്പിലാക്കി എടുക്കാം. ഇത് റിസർച്ച് ഓർഗനൈസേഷൻസിന്, അതായത് ഗവേഷണങ്ങൾ നടത്തുന്ന ഇതിനൊക്കെ ഏറ്റവും ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിനെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഷേപ്പിലുള്ള പ്ലോട്ട് വളരെ നല്ലതാണ്. അപ്പൊ ഗവേഷണങ്ങൾക്കും അതുപോലെ തന്നെ പിന്നെയും വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കെട്ടിടമാണ്, നീല നിറത്തിൽ കാണുന്ന കെട്ടിടമാണ്. ചുറ്റും പ്ലോട്ടിന് ഈ ഷേപ്പ് ഭദ്രാസന രൂപം വരുന്നു. അങ്ങനെ ഭദ്രാസന രൂപം വന്നു കഴിഞ്ഞാൽ കാഴ്ച ബംഗ്ലാവിനും ഗവേഷണ സ്ഥാപനങ്ങൾ, അതായത് റിസർച്ച് നടക്കുന്ന സ്ഥാപനങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. റിസർച്ചിന് വേണ്ടിയുള്ള ബിൽഡിങ്സ്, അല്ലാതെ വീടുകൾക്കോ മറ്റ് റിസർച്ചും കാഴ്ച ബംഗ്ലാവും അല്ലാത്ത സ്ഥാപനങ്ങൾക്കോ നല്ലതല്ല. ഭദ്രാസന രൂപം. ഇതൊക്കെ പിന്നെ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. വീടിന് നല്ല ഇൻഡു ചോപ്പ് നല്ലതല്ല, ഗ്രഹത്തിന് നല്ലതല്ല. കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരും കഴിഞ്ഞില്ലെങ്കിൽ പറയുക, വേണമെങ്കിൽ നിർബന്ധമില്ല, കാരണം പുസ്തകത്തിലുണ്ട്. ഇനി അശുഭമായിട്ടുള്ള ചില ഇതാണ് പറയുന്നത്. അതായത് ഇതിപ്പോ നോക്കുക, ദണ്ഡാകൃതി, വീതിയുടെ ഇരട്ടിക്കുള്ള നീളമുള്ള ആകൃതി, അത് നല്ലതല്ല. കൊടിയുടെ ആകൃതി, ഇതിന്റെ മുകളിൽ അശുഭം എഴുതിയിട്ടുണ്ട്. കൊടിയുടെ ആകൃതി അശുഭമാണ്. കോടി എന്ന് തെറ്റിപ്പോയതാ കേട്ടോ, കോടിയല്ല കൊടിയാണ്, അത് അക്ഷരത്തെറ്റാണ്. കോടിയുടെ ആകൃതി എഴുതിയിരിക്കുന്നത് കോടിയല്ല കൊടിയാണ്, കൊടിയുടെ ആകൃതി. ഇത് ശവപ്പെട്ടിയുടെ ആകൃതി, അതൊക്കെ നല്ലതല്ല. ഇത് എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് ശവപ്പെട്ടിയുടെ ആകൃതിക്ക് പ്രത്യേകം ദോഷം വന്ന അനാരോഗ്യമുണ്ട്, ആരോഗ്യത്തിന് കുറവ് വരുന്നതാണ്. അതുപോലെ അശുഭമായിട്ടാണ് മൃദംഗത്തിൻ്റെയൊക്കെ ആകൃതി. രണ്ടു വശവും സ്ട്രേറ്റ്, പിന്നെ മുകളിലും താഴെ ഇങ്ങനെ കർവായിട്ട് വരുന്നു, മൃദംഗത്തിൻ്റെ ആകൃതി, അത് നല്ലതല്ല. ഇത് നമ്മുടെ ഡമരു എന്ന് പറഞ്ഞ രണ്ടത്തിൽ വീതി കൂടി നടുക്ക് വീതി കുറഞ്ഞ ഡമരു ആകൃതി, ഇതും ഒരു നമുക്കറിയാം ഒരു വാദ്യമാണ്, അതും നല്ലതല്ല. ഇതെല്ലാം അശുഭമാണ്. ഇത് കണ്ണിന് അസുഖം വരുന്നതാണ്. ഡമരു ആകൃതിയിലുള്ള പ്ലോട്ടിൽ നമ്മൾ കറക്റ്റ് ചെയ്യാതെ താമസിച്ചു കഴിഞ്ഞാൽ, വീട് വെച്ച് താമസിച്ചാൽ കണ്ണിന്റെ അസുഖങ്ങൾ ഉണ്ടാകുന്നു. പിച്ചാത്തിയുടെ അല്ലെങ്കിൽ വെട്ടുകത്തിയുടെ ആകൃതി, പിച്ചാത്തി വെട്ടുകത്തിയുടെ അതും സമ്പത്തും മനസമാധാനവും നഷ്ടപ്പെടുത്തും, അശുഭമാണ്. ഇതെല്ലാം പുസ്തകത്തിലുള്ളതാണ്, നോക്കണ്ട. അതുപോലെ ഇത് ആമയുടെ ആകൃതി, അത് അങ്ങേയറ്റത്തെ ദോഷമാണ്. ആമയുടെ ആകൃതി, ആമ, അതിന്റെ ദോഷഫലങ്ങൾ പറയുന്നത് കൊലപാതകം, ജയിൽവാസം, അസ്വാഭാവിക മരണം, ദുഃഖവാർത്ത കേൾക്കുക, ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ആമയുടെ ആകൃതിക്ക് ഉണ്ടാകുന്നതാണ്. വളരെ ദോഷകരമായ അവസ്ഥകളാണ്. ഇത് പുസ്തകത്തിലുണ്ട്. ഇത് അർത്ഥവൃത്തം, ഇതിന് വരുന്ന പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് ഭവനഭേദനം. ഇങ്ങനത്തെ പ്ലോട്ടില് അത് കറക്റ്റ് ചെയ്യാതെ അകത്ത് വീട് വെച്ച് താമസിച്ച ഭവനഭേദനം. ഇത് പിന്നെ ഇത് വെടിയുണ്ടയുടെ ആകൃതി, വെടിയുണ്ട. അതുപോലെ മുട്ടയുടെ ആകൃതി. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ശത്രുത. പിന്നെ വില്ലിന്റെ ആകൃതി, ഈ ഷേപ്പ് നേരത്തെ പറഞ്ഞാണ് ഭയം. ഇതെല്ലാം പുസ്തകത്തിലുണ്ട്.
ഇത് ഈശാനുമൂല കട്ടായി പോയിരിക്കുന്നു. ഈശാനുമൂലയിൽ ഏത് മൂല കട്ടായാലും ദോഷമാണ്. പ്രൊജക്ഷൻ ഈശാനുമൂലയിലാകാം, പക്ഷെ കട്ടിങ് ഒരു മൂലയിലും പാടില്ല. ഇങ്ങനെ കട്ടിങ് ഇങ്ങനെയാവും. ഈ രണ്ടാമത്തെ ആ മെത്തേഡിലും കട്ടിങ് ആവാം. ഇതൊക്കെ വടക്ക് കിഴക്ക് അപൂർണമാണ്, അല്ലെങ്കിൽ മിസ്സിംഗ് കോർണറാണ്, നല്ലതല്ല, അശുഭമാണ്. ഏത് മൂല അപൂർണമാണെങ്കിലും അത് അശുഭമാണ്. ഏതാണ്ട് കൊടയുടെ ആകൃതി, കൂണിന്റെ അല്ലെങ്കിൽ കൊടയുടെ ഒക്കെ ആകൃതി, അത് നല്ലതല്ല. ഇത് പ്രത്യേകം നോക്കുക. ഒരു പ്ലോട്ടാണ്. ഒരു വലിയ പ്ലോട്ടിനെ 3 പ്ലോട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. 3 പേര് താമസിക്കുകയാണ് അവിടെ. അത് 2 വശത്തും ഉള്ളത് കുറച്ച് വിസ്താരമുള്ള സ്ഥലവും നടുക്കുള്ള കുറച്ച് ഇടുങ്ങിയ സ്ഥലവുമാണ്. ഇങ്ങനെ 2 വിസ്താരമുള്ള സ്ഥലത്തിന്റെ ഇടയ്ക്കുള്ള ഇടുങ്ങിയ സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചാൽ ദോഷഫലം ഉണ്ടാകുന്നതാണ്. ആ വിസ്താരമുള്ള സ്ഥലത്തുള്ളവർക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല. ആ ഇടയ്ക്കുള്ള ആ വീതി കുറഞ്ഞ പ്ലോട്ടിൽ താമസിക്കുന്നവർക്ക് ദോഷഫലം ഉണ്ടാകും. അതായത് വിശാലമായ സ്ഥലം, ഇത് വിശാലമായ സ്ഥലം, ഇത് ഇടുങ്ങിയ സ്ഥലം, ഇടയ്ക്കുള്ള ഇടുങ്ങിയ സ്ഥലം. അപ്പൊ അത് ആ ഇടുങ്ങിയ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ചുവപ്പ് അവിടെ ദോഷഫലം ഉണ്ടാവും. 2 വിശാലമായ സ്ഥലങ്ങൾക്ക് ഇടയ്ക്കുള്ള ഇടുങ്ങിയ സ്ഥലത്ത് ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിൽ വീട് വെച്ച് താമസിച്ചാൽ ദോഷഫലം ഉണ്ടാവും. നമ്മളെ ഒരു വീട് നോക്കുമ്പോൾ ആ വീടിന്റെ അടുത്ത 2 പ്ലോട്ട് നോക്കുക. വെളിയിലുള്ള 2 പ്ലോട്ടുകളും നമ്മുടെ പ്ലോട്ടിനേക്കാൾ വീതി കൂടിയതാണെങ്കിൽ അത് ഗുണമല്ല. അടുത്ത ഭൂമിയിൽ നിന്നും, ഇതും എഴുതേണ്ട ആവശ്യമില്ല, ഒക്കെ പുസ്തകത്തിലുണ്ട്. അടുത്ത ഭൂമിയിൽ നിന്നും വടക്ക് നിന്നോ കിഴക്ക് നിന്നോ മഴവെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് ഒഴുകി വരിക. മഴ പെയ്യുമ്പോഴുള്ള വെള്ളം കിഴക്കുന്ന നമ്മുടെ വീട്ടിലോട്ട് ഒഴുകി വരിക, അല്ലെങ്കിൽ വടക്കുന്ന് ഒഴുകി വരിക. അതപ്പോൾ അങ്ങനെ വരുമ്പോൾ അഥവാ അവിടെ പൊങ്ങിയ ഭൂമി ആണെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് ഒഴുകി വരാത്ത വിധത്തിൽ നമ്മളെന്തെങ്കിലും കെട്ടി മാറ്റി ആ വടക്കുന്ന് വെള്ളം ഇറങ്ങാത്ത വിധത്തിലാക്കണം. നല്ലതല്ല. വടക്ക് കിഴക്ക് ഒഴികെ മറ്റു മൂലകളിലേക്ക് തള്ളി നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞു വടക്ക് കിഴക്ക് തള്ളി നിൽക്കാം, പക്ഷെ വടക്ക് കിഴക്ക് അല്ലാതെ മറ്റേതെങ്കിലും തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, ഈ 3 മൂലകളിൽ ഏതെങ്കിലും മൂലകൾ തള്ളി നിൽക്കുകയാണ്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നല്ലതല്ല, അശുഭമാണ്. ഇപ്പൊ ഇത് നോക്കുക, ഇത് സൗത്ത് ഈസ്റ്റ് തള്ളി നിൽക്കുകയാണ്, അത് നല്ലതല്ല. തെക്ക് കിഴക്ക് ഭാഗം തള്ളി നിൽക്കുന്നു, നല്ലതല്ല. അതുപോലെ ഇവിടെ തെക്ക് പടിഞ്ഞാറ് തള്ളി നിൽക്കുകയാണ്, അടുത്ത പച്ചതി വടക്ക് പടിഞ്ഞാറ് തള്ളി നിൽക്കുകയാണ്, ഇതൊന്നും നല്ലതല്ല. ഈ 3 നല്ലതല്ല. ജസ്റ്റ് വരയ്ക്കാം. അത് വടക്ക് കിഴക്ക് തള്ളാം, പക്ഷെ മറ്റു മൂലകളൊന്നും തള്ളാൻ പാടില്ല, പ്രൊജക്ഷൻ പാടില്ല. സൗത്ത് ഈസ്റ്റിലും സൗത്ത് വെസ്റ്റിലും നോർത്ത് വെസ്റ്റിലും തള്ളു പാടില്ല. അതുപോലെ ഇത് സ്ക്വയർ അല്ല, ഇത് ഉയർച്ച താഴ്ചയാണ്. അതായത് വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക് താന്നു മറ്റുള്ള ഭാഗം പൊങ്ങിയിരിക്കുന്നത് നല്ലതാണ്. ഇത് താഴ്ച, വടക്കും കിഴക്കും വടക്ക് കിഴക്കും താന്നിരിക്കുന്നത് നല്ലതാണ്, മറ്റുള്ള ഭാഗങ്ങൾ പൊങ്ങിയിരിക്കുന്നു. ഇത് വടക്ക് ഭാഗത്തോട്ട് നമ്മൾ ഞാൻ നീലനിറത്തിൽ കാണുന്ന പ്ലോട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ച് കുറച്ച് സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നു. വടക്ക് ഭാഗത്ത് വാങ്ങിച്ച് നമ്മുടെ പ്ലോട്ടുകൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നീലനിറത്തിൽ അത് നല്ലതാണ്. അതുപോലെ വടക്ക് കിഴക്ക് മൂല മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം വടക്ക് കിഴക്ക് എക്സ്റ്റൻഷൻ ആകാം. അപ്പൊ അതുകൊണ്ട് വടക്ക് കിഴക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇതും നല്ലതാണ്. ആ നീലനിറത്തിൽ കാണുന്ന നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച് ചേർക്കുകയാണ് നമ്മുടെ ഒരിടത്തിൽ കൂടെ. ഇത് കിഴക്ക് വശം കംപ്ലീറ്റ് ആയിട്ട് അത് നല്ലതാണ്, നമ്മൾ വാങ്ങിക്കുന്നു. അതിങ്ങനെ വടക്ക് കിഴക്ക് മൂല മാത്രം നേരത്തെ വടക്കോട്ടാണ്, ഇപ്പൊ കിഴക്കോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇതും ഒരു ത്രികോണ ഷേപ്പിലാണ്, പക്ഷെ എന്നാലും വടക്ക് നമ്മുടെ ഒരിടത്തിലോട്ട് ത്രികോണ ഷേപ്പിലായാലും വടക്ക് കിഴക്കാണ് അവിടെ തള്ളിയിരിക്കുന്നത്, അതുകൊണ്ട് അത് നല്ലതാണ്. അതിങ്ങനെയാകാം. ഇവിടെയും വടക്ക് കിഴക്ക് തള്ളി നിൽക്കുകയാണ്, ത്രികോണ ഷേപ്പിൽ, വടക്ക് ഭാഗം ത്രികോണ ഷേപ്പിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പക്ഷെ വടക്ക് കിഴക്ക് തള്ളി നിൽക്കുന്നു. ഇതെല്ലാം നല്ല ശുഭമായിട്ടുള്ള ഭൂമിയാണ്. അടുത്ത ഇനി വഴിയുടെ ആണോ അല്ലേ? അത് അടുത്ത ക്ലാസ്സിൽ. ഇനി വഴിയാണ്. വിവിധ തരത്തിലുള്ള വഴികൾ എവിടേക്കാകാം പാടില്ല എന്നുള്ള
വാസ്യാസ്തി പറയുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത് ക്ലാസ് തീരുകയാണ്. അപ്പം പിന്നെ ഒരു സെക്കൻഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഇന്ന് പഠിച്ച കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജനറലായിട്ട് വാസ്തുപരമായിട്ടുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആലോചിച്ച് വരണം. വരുമ്പോഴേക്കും എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എവിടെയെങ്കിലുമൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. അത് നിങ്ങൾക്ക് മാത്രമല്ല, ബാക്കി കേൾക്കുന്നവർക്കും എല്ലാം. ഒരാൾ സംശയം ചോദിച്ചാലും പലരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും എല്ലാം അത് ഗുണമായിട്ട് വരും. സംശയങ്ങൾ ചോദിക്കുന്നത് അതൊരു പ്രാക്ടീസ് ആക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ നിങ്ങൾ റെഡിയായി മനസ്സിലോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് വരികയോ ചെയ്യണം. കാരണം അത് വളരെ നല്ലതാണ്. ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ആക്കുന്ന വളരെ നല്ലതാണ്. അത് ഡിസ്കഷനാണ്. ഇതിപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ക്ലാസ് ഒരു പൂർണ്ണമല്ല. അപ്പം സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ പറയും, ചോദിക്കാം. സാറേ, വൃത്താകൃതിയിലുള്ള ഒരു വസ്തു, അത് വാസ്തുമണ്ഡലം തിരിക്കുന്ന ആ വാസ്തുമണ്ഡലത്തിന് പൊക്കം അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ? ഇല്ല, പിന്നെ വാസ്തുമണ്ഡലം തിരിക്കുന്ന ആ കെട്ടിനല്ലേ ഉദ്ദേശിച്ചത്? അതെ. ആ കെട്ട് മണ്ണിനടിയിലേക്ക് ഒരടിയെങ്കിലും മിനിമം താഴ്ച വേണം. മണ്ണിന് മുകളിലേക്കും ഒരടി ഉണ്ടെങ്കിൽ നല്ല ഒരടി ഒന്നരടി. പക്ഷെ അത് സമയം ഇപ്പൊ ഒരു കാറൊക്കെ കയറേണ്ട ഭാഗമാണെന്നിരിക്കട്ടെ, ആ ഭാഗം നമുക്ക് ഒരടി പോലും പൊക്കാൻ ഒക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാറ് കയറേണ്ട ഭാഗത്തൊരു ബമ്പ് പോലെ ചെയ്യണം. അവിടെയും മണ്ണിനടിയിലോട്ട് ഒരടി താഴ്ച വേണം. മുകൾ വശം ഒരു ബമ്പ് പോലെ ചെയ്യണം. കോൺക്രീറ്റിലൊക്കെ കാറ് കയറിയ ഇടിഞ്ഞ ഭാഗത്ത് നല്ല കോൺക്രീറ്റ് കൊണ്ട് ബമ്പ് പോലെ ശക്തിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ വാഹനങ്ങൾ കയറി ഇറങ്ങേണ്ടാത്ത ഭാഗത്ത് ഒരടിയോ അല്ലെങ്കിൽ രണ്ടടിയോ പൊക്കി ചെയ്യാം. പ്രത്യേകിച്ച് അങ്ങനെ പൊക്കം പറയുന്നില്ല. പക്ഷെ മണ്ണ് തമ്മിൽ ചേരാൻ പാടില്ലെന്നേ ഉള്ളൂ ശരിക്കും. അകത്തെ മണ്ണും വെളിയിലത്തെ മണ്ണും തമ്മിൽ തൊടാൻ പാടില്ല. ടോപ്പ് സോയിൽ ഒരടി മണ്ണിന്റെ മുകളിൽ നിന്ന് മിനിമം ഒരടിയെങ്കിലും താഴെ വരെ അകത്തെയും പുറത്തെയും മണ്ണുകൾ തമ്മിൽ തൊടാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം? ഓക്കെ, അപ്പം ഒരു വീടിന്റെ ബാത്റൂം ഫ്ലോർ താത്തിടണം, അങ്ങനെ വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? ഒരു പുതിയ വീട് നിർബന്ധമില്ല. അതായത് ഇപ്പം നമുക്ക് സാധാരണ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് തെക്കിന്റെ മധ്യത്തിലും നമ്മൾ ഇനി അതിന്റെ സ്ഥാനങ്ങൾ പഠിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അതായില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. തെക്കിന്റെ മധ്യത്തിലോ പടിഞ്ഞാറിന്റെ മധ്യത്തിലോ ഒക്കെ ടോയ്ലറ്റ് ആകാം. പക്ഷെ അവിടെ താഴാൻ പാടില്ല. കാരണം നമുക്കറിയാം, തെക്ക് വശം പൊങ്ങിയാൽ നല്ലതാണ്, താഴാൻ പാടില്ല. പടിഞ്ഞാറ് വശവും പൊങ്ങിയാൽ നല്ലതാണ്, താഴാൻ പാടില്ല. അപ്പൊ തെക്കും പടിഞ്ഞാറ്. അപ്പൊ അതുകൊണ്ട് ബാത്റൂം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലർ ഇങ്ങനെ തെക്കും പടിഞ്ഞാറും ഒക്കെ ആണെങ്കിലും ബാത്റൂം താത്തി ചെയ്യാറുണ്ട്. കാരണം വെള്ളം വെളിയിലോട്ടൊക്കെ വീഴുകയായിരിക്കും. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് സെയിം ലെവലിൽ തന്നെ തെക്കും പടിഞ്ഞാറും ബാത്റൂം വരികയാണെങ്കിൽ മറ്റുള്ള ഫ്ലോർ ലെവലിന്റെ അതേ ലെവലിൽ ചെയ്തിട്ട് ആ കതകിന്റെ അവിടെ ഒരു ചെറിയ മൈക്കയല്ല, ഈ മാർബിളോ അല്ല എന്തെങ്കിലും ഒരു പീസ് വെച്ച് അവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇങ്ങോട്ട് വരില്ല. അങ്ങനെ എന്റെ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തത്. എന്റെ വീട്ടില് പടിഞ്ഞാറ് വശത്ത് തെക്ക് വശത്ത് ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിലേക്ക് പിന്നെ ആ ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം വെളിയിലോട്ട് വരാതിരിക്കാനായിട്ട് സെയിം ലെവലിലാണ് ടോയ്ലറ്റ് ചെയ്തേക്കുന്നത്. ഒരു മാർബിൾ പീസ് അവിടെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ വെള്ളം ഇങ്ങോട്ട് വരില്ല. വൃത്തികേടാകത്തൊന്നും ചെയ്തിട്ടുണ്ട്. എപ്പോഴും പടിഞ്ഞാറ് വശവും തെക്ക് വശവും, അതേസമയം വടക്ക് വശവും കിഴക്ക് വശവും താഴാം. പക്ഷെ അവിടെ ടോയ്ലറ്റ് പാടില്ല. വടക്ക് വശത്ത് ടോയ്ലറ്റ് പാടില്ല, കിഴക്ക് വശത്ത് ടോയ്ലറ്റ് നല്ലതല്ല. അവിടെ താന്നിരിക്കാം, പക്ഷെ ടോയ്ലറ്റ് പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റ് അവിടെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് താഴുന്നോ പൊങ്ങുന്നോ പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും ക്ലിയർ ആയോ? സംശയം പറയൂ. സാറേ, നമ്മളെ ഈ വാസ്തു അതിപ്പോ സാറ് പഠിപ്പിച്ചു തുടങ്ങിയില്ല, എങ്കിലും ഞാൻ അത് അറിവ് തുടങ്ങിയാണ്. നമ്മൾ ഈ നാള് ഇത് നമ്മള് ആയ വേഗത്തിൽ നമുക്കൊരു നാള് കിട്ടത്തില്ലേ? നാള് വീട് വെക്കാൻ പോകുന്ന വ്യക്തിയുടെ നാളും ഈ നാള് അപ്പൊ ഈ രണ്ട് നാള് തമ്മിൽ എങ്ങനെ അത് പുറത്തുണ്ടോ നോക്കുന്നേ? പറഞ്ഞ ക്ലിയർ ആയില്ല, ആദ്യം കേട്ടത്. ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് പോകുന്നു, ക്ലിയർ ആവുന്നില്ല.
എല്ലാവർക്കും ഈ പറയുന്ന എല്ലാവർക്കും കേൾക്കോ? ബാക്കി ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഞാൻ ഇപ്പം പറഞ്ഞ ഇല്ല കേട്ടോ? ഇല്ല നേരത്തെ ക്ലിയർ പറഞ്ഞ ആവുന്നില്ല, വിട്ട് വിട്ട് പോവുക, ക്ലിയർ ആവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടു. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. സാറേ അദ്ദേഹം പറഞ്ഞത് ഈ വീട് വെക്കുന്നവരുടെ നാളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇല്ല, ഇടയ്ക്ക് വിട്ടുപോവാണ്. ഇപ്പൊ ആരാ? സുനിൽകുമാറാണോ അതെ പറഞ്ഞത്? സാറേ, ഞാൻ അദ്ദേഹം കേട്ടത് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം ഈ വീട് വെക്കുന്നവരുടെ നാള് തമ്മിലുള്ള എന്നുള്ള പ്രശ്നം പറയുന്നതാണ്. അപ്പൊ അത് ജ്യോതിഷത്തിൽ വരുന്ന കേസാണ്. അത് അതായത് നമ്മള് പിന്നെ യോനി കൽപ്പന എന്നൊരു ചാപ്റ്റർ പഠിക്കും. യോനി കൽപ്പനയില് വീടിന് നക്ഷത്രവും ആഴ്ചയൊക്കെ ഉണ്ട് ഓരോ. അപ്പൊ ആ നക്ഷത്രവും ആഴ്ചയൊക്കെ അവിടെ താമസിക്കുന്നവരുടെ നക്ഷത്രവും ആഴ്ചയായിട്ടൊക്കെ ചേർന്ന് വരണം. അത് നമ്മള് യോനി കൽപ്പന എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. നക്ഷത്രം, വീടിന് നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഗ്രഹനാഥന്റെ നക്ഷത്രമായിട്ടൊക്കെ ചേർന്ന് വരുന്നത് നല്ലതാണ്, യോജിച്ചു വരുന്നത്. അത് പഠിക്കും, നമ്മളിനി പഠിക്കും. യോനി കൽപ്പന എന്നുള്ള ചാപ്റ്റർ പഠിക്കും. ചോദിച്ചോളൂ ജയപ്രകാശ്. കേൾക്കുന്നില്ല, മ്യൂട്ടാണോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടു പോകും, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യുക, എന്താ സംശയമുള്ളത് ഇപ്പം ശ്രീ ലാലു പറഞ്ഞതുപോലെ ഗ്രൂപ്പിനകത്ത് ഇടുക. ഗ്രൂപ്പിനകത്തിടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആർക്കും ഈ സംശയം കറക്റ്റ് ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങൾ ആരെങ്കിലും, കാരണം ഇത് ഡിസ്കഷൻ നല്ലതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടാം. ആ സംശയങ്ങൾ ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ അതിന് മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മറുപടി പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു അതിനെപ്പറ്റിയുള്ള ഒരു താല്പര്യവും വരും. അപ്പൊ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് കറക്റ്റ് മറുപടി ഇല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. ഈ എല്ലാ ദിവസവും ചിലപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പ് നോക്കിയില്ലാന്നും വരും. കാരണം ഒരുപാട് വേറെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞ ഗ്രൂപ്പ് നോക്കിയുള്ളൂ എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പിൽ ഇടുക എന്തായാലും സംശയങ്ങൾ. ഇപ്പൊ ജയപ്രകാശ് പറഞ്ഞ ഒട്ടും ക്ലിയർ അല്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് പോകും. അപ്പം ഗ്രൂപ്പിലിടുക. വേറെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? സാറേ, ഈ ടോയ്ലറ്റിന്റെ ടാങ്ക് ഏത് ഭാഗത്താ കറക്റ്റ് ആയിട്ട് വരണ്ടേന്ന്? ടോയ്ലറ്റിന്റെ ടാങ്ക് എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് ആണോ ഉദ്ദേശിച്ചത്? അതെ, സെപ്റ്റിക് ടാങ്കാ സാറേ. സെപ്റ്റിക് ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ഒഴിച്ച് വേറെ ഒരിടത്തും പാടില്ല എന്നാണ്. നോർത്ത് വെസ്റ്റ് അല്ലാതെ മറ്റൊരിടത്തും. അതൊക്കെ നമുക്ക് ശുഭ അശുഭ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ശുഭാശുഭ സ്ഥാനങ്ങൾ. ആ ചാപ്റ്ററിൽ ഈ സെപ്റ്റിക് ടാങ്ക് എവിടെ വരാം, ഗേറ്റ് എവിടെ വരാം, ഡോർ എവിടെ, പൂജാമുറി, ഇതെല്ലാം എവിടെ ആകാം പാടില്ല നമ്മൾ പഠിക്കും. മറ്റെന്തെങ്കിലും സാറേ, നമ്മളൊരു വീട് വെക്കപ്പോൾ ചിലർ പറയാറുണ്ട് അടുപ്പും അരകല്ലും കണ്ടുകൂടാ എന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ശരിക്ക് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ 4 പുസ്തകങ്ങളാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. മനുഷ്യാലിയന്ത്രിയ, അതുപോലെ തന്നെ പിന്നെ മാനസാര, മയമതം, ബൃഹസംഹിത. ഇത് 4 ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് 4 അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ പൊതുവെ പറയുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ നമ്മള് ചില ആൾക്കാർ ഇത് ദോഷമാണെന്നൊക്കെ പറയാം. അങ്ങനെ അതിന് വേണ്ടി നമ്മള് പിന്നെ അരകല്ലും അടുപ്പും അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇടയ്ക്ക് ചെറിയൊരു പാർട്ടീഷൻ പോലെ നമ്മൾ കെട്ടാറുണ്ട്. സിമെന്റ് വല്ലതും വെച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കെട്ടാറുണ്ട്. അപ്പൊ അത് രണ്ടും കാണാതിരിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളതായിട്ട് എൻ്റെ അറിവില്ല. ഉണ്ടായിക്കൂടാന്ന് ഞാൻ വായിക്കാത്ത ഗ്രന്ഥങ്ങൾ ഉണ്ടാവേണ്ട ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഉണ്ടായിക്കൂടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ 4 ഗ്രന്ഥങ്ങളിൽ എന്തായാലും ഇല്ല. വേറെ ഏതെങ്കിലും ഗ്രന്ഥം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവെ ആളിങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഈ ചില നമ്മൾ 10 പേര് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ സാധാരണ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഒരേ മുറി വരികയാണെങ്കിൽ തമ്മിൽ കാണാത്ത വിധത്തിൽ ചെറിയ മറ ഇടാറുണ്ട്. മറ്റെന്തെങ്കിലും ഈ അരകല്ല് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇടണോ? അങ്ങനെ അതൊക്കെ ഇനി വരുന്നുണ്ട്. അതൊക്കെ വരും. എന്നാലും ജസ്റ്റ് ചോദിച്ചുകൊണ്ട് പറയാം. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് അരകല്ല് ഇടേണ്ടത്. അരയ്ക്കുന്നയാള് കിഴക്കോട്ട് നോക്കിക്കൊണ്ട് അരയ്ക്കണം. തെക്ക് വടക്ക് അരകല്ല് ഇടാൻ പാടില്ല. തെക്ക് വടക്ക് ദിശയിൽ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വേണം അരകല്ല് വെക്കാൻ. ആ അരയ്ക്കുന്നയാള് കിഴക്കോട്ട് നോക്കി അരയ്ക്കത്തക്കോണം വേണം അരകല്ല് സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി മറ്റൊന്നെങ്കിലും. വടക്ക് കിഴക്ക് സെപ്റ്റിക് ടാങ്ക് ആൾറെഡി വടക്ക് സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ദോഷം വടക്ക് കിഴക്ക് സെപ്റ്റിക് ടാങ്ക് ഒട്ടും നല്ലതല്ല. അത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മാറ്റാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളുണ്ട്. പക്ഷെ കഴിയുന്നതും മാറ്റാൻ പറ്റുമെങ്കിൽ
വേറെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി കുറച്ച് പൈസ ചിലവ് വരും. കാരണം ഇതിന്റെ കണക്ഷനും എല്ലാം മാറ്റണം, ആ പൈപ്പ് ലൈനും ഒക്കെ മാറ്റണം. അപ്പൊ അതാണ് നല്ലത്, ഏറ്റവും നല്ലത്. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ വടക്ക് പടിഞ്ഞാറ് സ്ഥലം കാണില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് കറക്ഷൻ ഉണ്ട്. ആ രണ്ട് കറക്ഷൻ ചെയ്താൽ പഠിക്കും. നിങ്ങൾ ഇനി പഠിക്കും, അതൊക്കെ ആ കറക്ഷൻ പഠിക്കും. ആ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാസ്തുദോഷങ്ങളും പരിഹാരങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് വരുമ്പോൾ നമുക്കത് പഠിക്കാം. ഓക്കെ സാർ. ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ ഒന്നും ഇല്ലാതെ തെക്ക് കിഴക്ക് പൂജാമുറി വന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ സാർ? തെക്ക് കിഴക്ക് പൂജാമുറി ഏറ്റവും ദോഷമാണ്. തെക്ക് കിഴക്ക് പൂജാമുറി വരുന്നതിനേക്കാൾ പൂജാമുറി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തെക്ക് കിഴക്ക് പൂജാമുറിക്ക് ഏറ്റവും മോശമായ സ്ഥലമാണ്, നല്ലതല്ല. ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും? വടക്ക് പടിഞ്ഞാറ് അടുക്കള വരുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ സാറേ? വടക്ക് പടിഞ്ഞാറ് അടുക്കള മധ്യമമാണ്, ദോഷം എന്ന് പറയാനില്ല. ഏറ്റവും നല്ലത് തെക്ക് കിഴക്കാണ്, സൗത്ത് ഈസ്റ്റ്. വടക്ക് പടിഞ്ഞാറ് മധ്യമത്തിലാകാം, ദോഷമില്ല. അല്ലാതെ എന്റെ വീട്ടിൽ അടുക്കള വടക്ക് പടിഞ്ഞാറാണ്. ഈശാനുകോണിൽ വരുന്നതില് ഈശാനുകോണിലെ അടുക്കള വരുന്നതിനെ പറ്റി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട്. ഞാൻ ശുഭ സ്ഥാനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈശാനുമൂലയിലെ അടുക്കളയെ പറ്റി ഞാൻ പറയാം. അത് ഒരു ഗോവിന്ദ ശാസ്ത്രികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തമിഴ്നാട്ടിലെ വലിയ ഒരു എന്താ പിന്നെ വാസ്തു വിദഗ്ധൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, ഇപ്പൊ ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു തമിഴിലുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഞാനതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വടക്ക് കിഴക്കുള്ള അടുക്കളയെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ ആളാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ അത് പറയാം. പക്ഷെ അതിപ്പോ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കുറെ സമയം വേണം. ശുഭ അശുഭ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞുള്ള ആ ചാപ്റ്റർ വരുമ്പോൾ അതിനെപ്പറ്റി പറയാം. ഓരോ അടുക്കള എവിടെയാകാം പാടില്ല, അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പൊ ഈ കാര്യവും പറയാം. മറ്റെന്തെങ്കിലും? അപ്പം വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ആഴ്ച വീണ്ടും കാണാം 8 മണിക്ക്. ഓഫ് ചെയ്യുന്നു.